അമ്പലത്തിൽ കയറി, അതുപോലെ പള്ളിയിൽ സ്ത്രീകൾ കയറി എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും. ശബരിമല ആയിക്കോട്ടെ, എവിടെയും സ്ത്രീകളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരു തരത്തിലുള്ള വിയോജിപ്പില്ല. ഇതിനാണ് അങ്ങനെ ഒരു പ്രായപരിധിയൊക്കെ നിശ്ചയിച്ച് നമ്മൾ ദൈവത്തെ വിളിച്ചാൽ ആ ദൈവം കേൾക്കും. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഇവിടെ നിന്ന് തന്നെ പ്രാർത്ഥിച്ചാൽ മതിയാവുള്ളൂ. എന്തിന് ശബരിമല പോണം? നീ മുസ്ലിം, ഫാത്തിമ മുസ്ലിം, മതമില്ല എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ് ഫാത്തിമ. കമ്മ്യൂണിറ്റി എന്താ അവളുടെ? മുസ്ലിം. ഈ ജാസ്മിൻ മുസ്ലിം. അപ്പൊ നിങ്ങൾ ഇത് പർപ്പസ് ആയിട്ട് ചെയ്യുന്നത് പോലല്ല. അല്ല നീ ഖുറാൻ ബുക്ക് കൊണ്ടുപോയി ബാത്റൂമിൽ വെക്കോ? ബാത്റൂമിലൊന്നും ഗ്രന്ഥം കൊണ്ട് വെക്കുക എന്ന് പറയുന്നതിനോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. നീ ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് പറഞ്ഞ സമയത്തും ഞാൻ ഇങ്ങനെ സംഭവിക്കരുത് എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ഇതായിട്ട് സ്ട്രോങ് ആയിട്ട് ഇതിന് എങ്ങനെ ആൻസർ കൊടുക്കാമെന്ന് ഒരു ഇതായിരുന്നു. പക്ഷെ എനിക്ക് പറ്റില്ല, ശരിക്കും പറ്റുന്നില്ല. എനിക്ക് തന്നെ കരച്ചിൽ വരുന്നുണ്ട്. ഇത് പറ്റില്ല. എൻ്റെ ഡാഡി കുറിച്ച് എന്നെ ചീത്ത പറയുന്ന എല്ലാവരും ബി ഗ്രേഡ് ഫിലിംസ് അത് ഇത് ഞാൻ ചെയ്തത് ആ ടൈമിൽ. ഒരു ഗതികേട് ജീവിതത്തിൽ. 6 months ഞാൻ എവിടെയും വർക്കിൽ പോയില്ല. അപ്പോഴാണ് കിനാര തുമ്പി കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഫാമിലിക്ക് വേണ്ടി ഞാൻ ഇരിക്കണം. അവൾ ഒരു പതിവ്രത വന്നേക്കുന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ കയറി വെറുതെ ഒക്കെ അങ്ങ് കയറി അങ്ങ് പിടിക്കുമമ്മ. കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ പിടിക്കാനുള്ള ഒരു ആയുധമാണെന്ന് ജനങ്ങൾ അങ്ങ് വിലയിരുത്തി വെച്ചിരിക്കുക. നമുക്ക് പീരിയഡ്സ് ആവുന്നുണ്ടല്ലോ, ആ 3 days നമ്മൾ നമാസ് പഠിക്കുമോ? എനിക്ക് അതിനോടൊന്നും വിശ്വാസമില്ല. ശുദ്ധിയും അശുദ്ധിയും ഒന്നും ദൈവമല്ല നിശ്ചയിച്ചിരിക്കുന്നത്, ഇവിടുത്തെ മനുഷ്യരാണ് നിശ്ചയിച്ചിരിക്കുന്നത്. വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ ആൻഡ് വെൽക്കം ടു മൈ ഷോ ദി ഷക്കീല ഷോ. ടുഡേ നമ്മ മീറ്റ് ചെയ്യാൻ പോകുന്നത് none other than my daughter Diya Sana. Thank you amma, thank you so much. അതെല്ലാം ശരി. ഇപ്പം ഞാൻ കുറേ ചാനൽസിൽ കണ്ട് ഈ ആങ്കേഴ്സിന് എന്തിനാ അങ്ങനെ ഡീൽ ചെയ്യുന്നുണ്ട്? അടിക്ക് പോകുന്നുണ്ട്, അല്ല എണിച്ചിട്ട് പോവും. ഇപ്പം ഞാൻ ഉണ്ട് മോളെ, ഇപ്പൊ നീ എന്താ എന്നാ ചെയ്യാൻ പോകുന്നുണ്ട്? ഇത് അമ്മ ഇതേ അത് നമുക്കിപ്പം എന്തെങ്കിലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ട്രിഗറായി വരുന്ന എന്തെങ്കിലും പോയിന്റ്സ് വരും. സ്വാഭാവികമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യും. പക്ഷെ ചില വിഷയങ്ങളിൽ ഈ ചാനലുകളിലൊക്കെ കാണുന്നത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വച്ചിരിക്കുന്നതാണ്. നമ്മളിങ്ങനെ ചെയ്യാം, അതൊരു ചാനൽ റീച്ചൊക്കെ. അതായത് അത് സീരിയസ് അല്ല. അത് സീരിയസ് എന്ന് പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ സീരിയസ് ആണ്. കാരണം അവർ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് തരത്തില്ല. എന്തെങ്കിലും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എങ്ങനെ എവിടുന്ന ധൈര്യം വരുന്നുണ്ട്? അല്ല തള്ളാണോ? ഇല്ല, ഈ റോങ് ആയിട്ട് നമ്മളെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന അല്ല, റോങ് ആയിട്ട് അവർ നിന്റെ മേലെ കൈ വെച്ചാൽ അത് തെറ്റ്. ഓക്കെ, ഒന്നും ചെയ്യാതെ വെറുതെ ക്വസ്റ്റ്യൻ കേട്ടാൽ നിനക്ക് ഇത്ര ദേഷ്യം വരും. അപ്പൊ എന്നെ എത്ര കാൽ ക്വസ്റ്റ്യൻസ് എന്നെ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഞാൻ ഈ ജനതിക കോട്ടതി അതിനൊക്കെ എന്നെ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ എന്തെങ്കിലും അങ്ങനെ ട്രിഗർ ആയോ? അല്ല, എനിക്ക് ട്രിഗർ വരുന്ന ക്വസ്റ്റ്യൻ കേൾക്കുമ്പോഴത്തേക്കും എനിക്കതൊരു പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ നിന്നെ ട്രിഗർ ചെയ്യ ക്വസ്റ്റ്യൻസ് മാത്രം കേൾക്കുള്ളൂ. അമ്മ ചോദിച്ചാൽ എനിക്ക് പ്രശ്നം. അതാണ് പ്രശ്നം. എനിക്ക് അത് വരുന്ന ഒരു ഫസ്റ്റ് പ്രശ്നം. അമ്മ ചോദിച്ചാൽ ഒന്നും പ്രശ്നമില്ല. അല്ലല്ല, അമ്മ ചോദിക്കും. ഞാൻ എന്തായാലും എൻ്റെ പോയിന്റ്സുകൾ ഞാൻ എന്തായാലും ഷെയർ ചെയ്യും. അമ്മ ഉണ്ടായിരുന്നാലും ഞാൻ ഷെയർ ചെയ്യും. പക്ഷേ ഈ വിഷയത്തിനകത്ത് എനിക്ക് എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്നെ അങ്ങനെ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് ആ ഹോസ്റ്റേഴ്സും ഇരിക്കുന്നത്. ഞാൻ ഇന്ന ഒരാളാണെന്ന് അവരൊരു അസംഷൻ വെച്ചിട്ടുണ്ട്. അതായത് ഇവർ ഭയങ്കര ബാഡാണ്, ഇവരോട് ഇങ്ങനെ ചെയ്യുമ്പോൾ അവരിങ്ങനെ റിയാക്ട് ചെയ്യും, അപ്പം അത് നമുക്കൊരു കണ്ടന്റ് ആവും എന്ന് അവർ തന്നെ വിചാരിച്ചിട്ട് എനിക്കൊരു സെറ്റ് ഓഫ് സംഭവം തരുന്നതാണ്. അങ്ങനെ തരുന്ന സമയത്ത് എനിക്ക് അതല്ലാതെ വേറെ മാർഗ്ഗമില്ല. കാരണം അവരെന്നോട് അങ്ങനെയാണ് ചോദിക്കുന്നത്. മര്യാദയ്ക്ക് വന്നിന്ന് ദിയാസനെ പറ്റിയിട്ട് നമുക്കറിയാം, അല്ലെങ്കിൽ ദിയാസന ഇങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ, നിങ്ങൾ അതെങ്ങനെയാണ് ചെയ്തത്? അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ ചെയ്തതില്ല, നിങ്ങളുടെ ആക്ടിവിസം നിങ്ങൾ എന്തോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ നമ്മളെ പ്രഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു റെസ്പെക്റ്റ് തരാതെ, നമ്മളൊരു സീറ്റിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് നമുക്കൊരു റെസ്പെക്റ്റ് തരാതെ, ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അമ്മ, അത് തരാതെ നമ്മൾ എന്തൊക്കെയോ പറഞ്ഞ് നമ്മളങ്ങ് ഹറാസ് ചെയ്യും, അവരങ്ങ് വാക്കുകൾ കൊണ്ടുള്ള അബ്യൂസിങ് നടത്തുകയൊക്കെ ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും നമുക്കൊരു റിയാക്ഷൻ വരും. അത് താൻ വരുന്നത് ശരിക്കും. പിന്നെ കുറേ അധികവും ഈ പറഞ്ഞ പോലെ റീച്ചിങ്ങിൻ്റെ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ പൈസ വാങ്ങിക്കും. നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ ഇൻ്റർവ്യൂവിന് അവർക്കൊരു കണ്ടന്റ് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും അവർ തരും. അപ്പോൾ അതിനുള്ള വർക്ക് നമ്മളങ്ങ് ചെയ്തു കൊടുക്കും. എനിക്ക് യൂട്യൂബില്ല, അതുപോലെ ഫേസ്ബുക്ക്, ഇതൊന്നും ഈ റണ്ണിങ് പ്രോസസ്സായിട്ടൊന്നുമില്ല. പ്രത്യേകിച്ച് വരുമാനം കിട്ടുന്ന തരത്തിൽ എനിക്കൊന്നുമില്ല. അപ്പം പിന്നെ എനിക്ക് ഇതൊക്കെ തന്നെയാണ്
എൻ്റെ വരുമാനം എന്ന് പറയുന്നത് ഇതുപോലുള്ള ഇൻ്റർവ്യൂസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ, ഇവൻറ്റ് ജോലികൾ, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പൈസകളൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ അതിനെ സെല്ലിങ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. യൂട്യൂബ് നിനക്കില്ല, പക്ഷെ യൂട്യൂബ് ഓപ്പൺ ചെയ്താൽ നീയല്ലേ എല്ലായിടത്തിലുണ്ട്. അതെ. ഒരു കല്യാണം നീ ഉണ്ട്, ആ കല്യാണം പെണ്ണ് കാട്ടിലും കൂടുതൽ സുന്ദരിയായിട്ട് ബ്രൈഡൽ സെറ്റ് ഒക്കെ ഇട്ടിട്ട് നീ അല്ലേ വരുന്നുണ്ട്. എപ്പോ യൂട്യൂബ് ഓപ്പൺ ചെയ്താലും നിന്നല്ലേ കാണാം. പിന്നെ നീ എന്തിനാ അത് ഒന്ന് ഓപ്പൺ ചെയ്യാത്ത ഒരു അക്കൗണ്ട്? ഇല്ല, അത് എനിക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടമ്മ. പക്ഷെ എന്ത് ചെയ്യാനത്, എനിക്കത് മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ. അങ്ങനല്ല, നീ അത് ചെയ്താൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും നീ എന്താ ചെയ്യുന്നത്. ഇപ്പോ നീ ചെയ്യുന്ന കാര്യം എനിക്ക് മനസ്സിലാവും. ഓ, ഇവൾ ഇതിനു വേണ്ടിയാ ഇങ്ങനെ ചെയ്തത്. പക്ഷെ നമുക്കൊരു വീഡിയോ, നമുക്കൊരു ചാനൽ ഉണ്ടായാലേ, പ്രത്യേകിച്ച് നമ്മൾ ഇത് എന്തിനാ ചെയ്യുന്നെന്ന് നമുക്ക് ചാനലിൽ നമുക്ക് ഇടാം. അതല്ലാതെ പുറത്ത് വരുന്ന ചാനലുക്ക് നീ അങ്ങനെ പിടിക്കുന്നു അടിക്കുന്നു ആ സംഭവം മാത്രം മതി. അത് വെച്ചിട്ട് അവരാണ് പൈസ ഉണ്ടാക്കുന്നത്. നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ട് അവര്. മില്യൺസ് ഓഫ് വ്യൂവേഴ്സ് ആണ് ഓരോ വീഡിയോ. അപ്പോൾ നീ പെട്ടെന്ന് നീ വന്ന് ഒരു ചാനൽ ഓപ്പൺ ചെയ്യണം. അതില് എന്നെ വിളിച്ച് ഒരു ഏതാത് നമുക്ക് ചെയ്യാം. എൻ്റെ ബുക്ക് റിലീസിങ് இருக்கு, அம்மாக்கு தெரியும் இல்லையா? அப்போ அந்த டைமில் നമുക്ക് ഇതുമേ സ്റ്റാർട്ട് பண்ணி വെക്കാം. എന്തിന് ബുക്ക് എഴുതണമെന്ന് തോന്നി? ബുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ജീവിത ചരിത്രമൊന്നും എഴുതാൻ വേണ്ടിയിട്ടുള്ള ടൈമൊന്നും നമുക്കായിട്ടില്ല. പക്ഷെ എൻ്റെ ജേണിയിൽ എനിക്ക് കുറേ വിഷയങ്ങളുണ്ട്. ഞാൻ എന്താണെന്നുള്ളതൊന്നും അധികം ആളുകൾക്ക് അറിയത്തില്ല. ഇപ്പം എന്നെ ആളുകൾ പലതരത്തിലാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ എന്തൊക്കെ ചെയ്താലും, ഇപ്പം ഒരു ആർട്ടിസ്റ്റ് വന്ന് ഒരു സിനിമയിൽ അഭിനയിച്ചാലോ ഡയറക്റ്റ് ചെയ്താലോ പ്രൊഡ്യൂസ് ചെയ്താലോ അവർ ചെയ്യുന്ന എന്ത് തൊഴിലിനെയും അബ്യൂസ് ചെയ്യാനും ഇൻസൾട്ട് ചെയ്യാനും മാത്രമാണ് സമൂഹത്തിൽ കുറേ ആളുകൾ ഇരിക്കുന്നത്. കുറേ ആളുകൾ, ഞാൻ പറയണത് എല്ലാ മനുഷ്യരെയും അല്ല, ഒരു പണിയില്ലാതെ അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് പീപ്പിൾസ് ആയിട്ട് ഇരിപ്പുണ്ട് അവർ. അപ്പോൾ ഇവർ വന്ന് നമ്മൾ എന്ത് ചെയ്ത്, ഞാൻ എന്ത് ഏത് എന്നുള്ള ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്. ഇവർക്ക് ക്ലാരിഫിക്കേഷൻ കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടല്ല, പക്ഷേ ഒരിക്കലെങ്കിലും ഞാൻ മരിച്ചു പോയാലും ഞാൻ ഇങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ അടുത്ത തലമുറ അവരൊക്കെ അത് കാണണമെന്നൊക്കെ ഉള്ളത് എനിക്ക് പേഴ്സണലി അത് അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ ഒരു സംഭവം എഴുതുന്നതാണ്. കാരണം എൻ്റെ ചൈൽഡ്ഹുഡ് മുതൽ ഇങ്ങോട്ട് കുറേ സ്ട്രഗിൾഡ് ആണ്, അമ്മയ്ക്ക് അറിയാമല്ലോ അമ്മ. സ്വാഭാവികമായിട്ടും അങ്ങനെ എഴുതാനുള്ളതുണ്ട്. ഞാൻ അങ്ങനെ പണിയെടുത്തിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഒരു ബുക്ക് എഴുതണമെന്നുള്ളത് ഒരു ആഗ്രഹം എനിക്കുണ്ടായതാണ്. ഓക്കെ, ചെറുപ്പത്തിലെ മാരേജ് ആയല്ലേ? അതെ. എന്തിനാ ഡിവോഴ്സും നിനക്ക് അതൊക്കെ മനസ്സിലായോ? അപ്പോൾ ഡിവോഴ്സ് എന്താണെന്ന് മനസ്സിലായോ? ഇല്ല, ഒന്നും കല്യാണം എന്താണെന്ന് മനസ്സിലായിട്ടില്ല അമ്മ. പിന്നെ എങ്ങനെയാണ് ഡിവോഴ്സ് എങ്ങനെയാണെന്ന്, അതിൻ്റെ ഇടയിലാണ് പ്രഗ്നൻ്റ് ആവുന്നത്. അതൊന്നും മനസ്സിലായിട്ടില്ല ശരിക്കും. എങ്ങനെയോ ഒരു ചെറിയ പ്രായത്തിലാണ് മാരേജ് കഴിഞ്ഞു, ഒരു കുഞ്ഞിന് ജന്മം നൽകി. അതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ വിഷയങ്ങളും ഇവരുമായിട്ടൊക്കെ സെപ്പറേറ്റഡ് ആയി. ഭയങ്കര ഒരു പ്രശ്നം ഉള്ള ഒരാളായിരുന്നു. എന്നെ വളരെ വലിയ രീതിയിൽ ഉപദ്രവിക്കുകയും, അതുപോലെ എൻ്റെ ഉമ്മായും വാപ്പായും എനിക്ക് കുറേ സ്വർണവും സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ആള് വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ കൊണ്ടുപോയി അയാളുടെ സഹോദരിക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്നെ നല്ല രീതിയിൽ പണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അത് കുറേ ഫിസിക്കലി അബ്യൂസിങ്ങും കിട്ടി. രണ്ടാമതും ആക്ച്വലി പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എൻ്റെ വയറ്റിലൊക്കെ നോക്കി ചവിട്ടി, ഞാൻ ബ്ലീഡിങ് ഒക്കെ ആയി. ഞാനൊരു ആത്മഹത്യാ ശ്രമമൊക്കെ നടത്തി. അവിടെ നിന്നൊക്കെ ഇങ്ങ് വീട് വിട്ടിറങ്ങി സർവൈവ് ചെയ്ത് വന്ന ആളാണ് ഞാൻ ഇപ്പം ആലോചിക്കുന്നില്ല. കാരണം ഞാൻ ഇപ്പം ആലോചിക്കുമ്പോൾ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇരിക്കുന്ന ധൈര്യം എനിക്ക് അവിടെ നിന്ന് വന്നതാണ്. അല്ല, അപ്പം ഇല്ലായിരുന്നു അമ്മ. അതെ, അപ്പം ഇല്ലാതെ പോയിന്ന് തോന്നുന്നു. ഉറപ്പായിട്ട് എനിക്ക് അറിയില്ലല്ലോ, ഞാൻ വളരെ ചെറിയ കുട്ടിയല്ലേ. ഞാനൊരു ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലിയിൽ ജനിച്ച് വളർന്ന് കുറേ പാമ്പറിങ് ഒക്കെ കിട്ടി. മാമന്മാരും അമ്മയും അവരൊക്കെ എന്നെ നോക്കി വളർത്തി. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും അറിയത്തില്ല. ഞാൻ പെട്ടെന്ന് എന്നെ മാരേജ് ചെയ്യിക്കുന്നു, അവിടെ നിന്ന് കുടുംബക്കാർക്ക് ബുദ്ധിമുട്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ നിന്ന് വിട്ടിറങ്ങുന്ന സാഹചര്യം. ശരിക്കും പറഞ്ഞാൽ ഇന്ന് അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് അമ്മയുടെ അടുത്ത് നിന്നിരുന്ന് സംസാരിക്കുക പോലും ഉണ്ടാവില്ലായിരുന്നു. ഏതെങ്കിലും ഒരു ഓർത്തഡോക്സ്. അതാണ് നിങ്ങൾക്ക് കൊടുത്ത ഒരു ലെസൺ. നമുക്ക് ധൈര്യമായിട്ട് ജീവിക്കണം എന്ന് കൊടുത്ത ലെസൺ. എക്സ് ഹസ്ബൻഡ് എന്ന് പറയുന്ന ആളിനെ പറ്റി ആലോചിക്കുമ്പോഴത്തേക്ക് നന്നായി. നിനക്കറിയാവോ എവിടെ ഉണ്ട്? അയാളൊരു 2-3 കല്യാണമൊക്കെ വേറെ കഴിച്ചതായിട്ട് ഞാൻ അറിഞ്ഞു. നല്ല മനുഷ്യൻ. അറിയില്ല, എനിക്ക് കഴിച്ചതായിട്ട് ഇങ്ങനെ അറിഞ്ഞു. പക്ഷെ ഞാൻ ഇപ്പം ഇന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് നന്നായി. അയാൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ഞാൻ അല്ലെങ്കിൽ ഒരു മുസ്ലിം ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലിയുടെ ഉള്ളിൽ കിടന്ന്
ജീവിക്കേണ്ടി വന്നിട്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. എൻ്റെ അമ്മച്ചിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ. എൻ്റെ അനിയത്തിക്ക് ഇഷ്ടമാണ് കുടുംബമായിട്ടൊക്കെ ജീവിച്ച് ഇങ്ങനെ അങ്ങനെ ഒരു സെക്കൻഡ് മാരേജ് പ്ലാൻ ചെയ്തില്ല? സെക്കൻഡ് മാരേജ് എനിക്ക് ഓൾറെഡി നടന്ന മാരേജിൽ ഞാൻ ഇപ്പോഴും മടുത്തു, ഇതാക്കിയിട്ടില്ല. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ആണുങ്ങളോടൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. ഞാനൊരു 27 വയസ്സിനൊക്കെ ശേഷമാണ് ഞാൻ മര്യാദയ്ക്ക് ആണുങ്ങളോടൊക്കെ ഒന്ന് സംസാരിക്കാനോ ഞാൻ എൻ്റേതായിട്ടുള്ള ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനോ ഒക്കെ തുടങ്ങിയത്. ശരിക്കും അതുവരെ എനിക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര പ്രശ്നമായിരുന്നു. എനിക്കൊരു തുറച്ചു നോട്ടം വന്നാലോ ഒക്കെ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം എനിക്ക് അത്രയും വലിയൊരു ഡ്രോമയാണ് എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയത്. ഞാൻ കണ്ടാണല്ലോ എല്ലാവരും ആരെ കണ്ടാലും വാടോ പോടോ എന്നല്ലേ നീ വിളിക്കുന്നത്. അതെ. അത് എനിക്ക് ആ ചില നോട്ടങ്ങളോടുള്ള പ്രശ്നമാണ്. ചിലരൊന്നും മര്യാദയ്ക്കായിരിക്കും നോക്കുന്നത്, പക്ഷെ എനിക്ക് അറിയില്ല അവരെങ്ങനെ നോക്കണേന്ന്. അപ്പം ഞാൻ ചിലപ്പോൾ റിയാക്ട് ഒക്കെ ചെയ്തു പോകുന്ന ഒരു ഇതായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം എനിക്ക് എല്ലാവരെയും ഒരുവിധം മനസ്സിലാവുകയൊക്കെ ചെയ്യും. അന്ന് എൻ്റെ ഒരു മനനില അതല്ലായിരുന്നു. അതുകൊണ്ടിട്ട് സംഭവിച്ചിട്ടൊക്കെ പോയിട്ടുണ്ട്. കുറേ തെറ്റുകളായിട്ടൊക്കെ എൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടൊക്കെയുണ്ട്. ആളുകളെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്തിട്ടൊക്കെ ചില പുരുഷന്മാരോട് മിസ്ബിഹേവ് ചെയ്ത സാഹചര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം എൻ്റെ ലൈഫിൽ സംഭവിച്ചത് ആണ് അയാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ളത് ഞാൻ അസംഷൻ ചെയ്തിട്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അത് അത്തരത്തിലുള്ള മനുഷ്യരോടൊക്കെ ഞാൻ പിന്നീട് ക്ഷമ പറയുകയും അതെൻ്റെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്ക് ആണെന്ന് റിയലൈസ് ചെയ്യാം. പിന്നെ ഞാൻ എന്തെങ്കിലും ഇപ്പം ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആ വിഷയത്തെ കുറേ നേരം ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കി അയാളുടെ ഭാഗത്ത് ശരിക്കും തെറ്റുണ്ടോ എന്നൊക്കെ നോക്കി തന്നെ ഇപ്പം ഇതാക്കാറുള്ളൂ. പണ്ട് എല്ലാവരും അങ്ങ് അബ്യൂസറാണെന്നുള്ള ഒരു തോട്ട് തന്നെയായിരുന്നു മൈൻഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പോകെ ഈ വിഷയങ്ങളെയൊക്കെ അവരുടെ കള്ള കേസായിട്ടൊക്കെ മാറുന്ന സാഹചര്യങ്ങൾ കൺമുന്നിൽ തന്നെ കാണുന്ന സാഹചര്യത്തിൽ കുറേയൊക്കെ മാറി തുടങ്ങി. അതൊക്കെ നീ കണ്ടുപിടിക്കുന്നുണ്ട്? അല്ല, കണ്ടുപിടിക്കുന്നുണ്ട്. എനിക്ക് അടുത്തുള്ള അല്ലമ്മ, ഇത് അടുത്തുള്ള ആളുകള് ഇല്ല. നിനക്ക് എന്തിനാ ഇതൊക്കെ? ഈ ജോലി എന്താ ജോലി? ആരുടെ പ്രശ്നമായാലും അങ്ങോട്ട് ചെന്ന് അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. നിനക്ക് അതിൽ പൈസ കിട്ടുന്നൊന്നും ഇല്ല, അത് എനിക്കറിയാം. പിന്നെ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നുണ്ട്? ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ എന്നെ സഹായിക്കാൻ ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു എന്നെ സഹായിക്കാൻ ആ സമയത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടാവുകയോ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ലൈഫിൽ ഉണ്ടായ പ്രശ്നങ്ങളിൽ പകുതിയും എനിക്കൊന്ന് സമാധാനം ഉണ്ടാവുമായിരുന്നു. അപ്പൊ എൻ്റെ ഒരു ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒറ്റപ്പെടുന്ന സ്ത്രീകളായാലും കുട്ടികളായാലും അതുപോലെ അമ്മമാരായിക്കോട്ടെ, LGBT കമ്മ്യൂണിറ്റീസിലെ ആൾക്കാരായിക്കോട്ടെ, അവരുടെയൊക്കെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ജീവിതത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങൾ കൊണ്ട് ആത്മഹത്യ വരെ പെട്ടെന്ന് തന്നെ സംഭവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് സമാധാനിപ്പിച്ച് എൻ്റെ അടുത്തേക്ക് വരുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ ഞാൻ അറിയുന്ന വിഷയങ്ങൾ അങ്ങോട്ട് ചെന്ന് ഞാൻ സംസാരിക്കാറുണ്ട്. എൻ്റെ അടുത്ത് ഇങ്ങോട്ടും വരാറുണ്ട്. എനിക്ക് ഒരു പ്രൊഫൈൽ ആയതിനു ശേഷമാണ് ഇങ്ങോട്ടൊക്കെ വന്നു തുടങ്ങിയത്. ആദ്യം ഞാൻ ഈ വിഷയങ്ങൾ കേട്ട് ചില വീടുകളിലൊക്കെ ചെന്ന് അവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അവർക്ക് വേണ്ട നിയമ സംവിധാനങ്ങൾ, അവർക്ക് വേണ്ട ഉപദേശങ്ങൾ, അവർക്ക് വേണ്ട അവരെ സമാധാനിപ്പിച്ചുകൊണ്ടുള്ള അവരുടെ കൂടെ ചങ്കായിട്ട് തന്നെ ഞാൻ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സഹായിച്ചതിന് ശേഷം നമ്മൾ പ്രശ്നക്കാരായി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ. ഇപ്പം ചിലരെ സഹായിക്കുമ്പം അവർക്ക് ആവശ്യമായിരിക്കും. കുറെ കഴിയുമ്പോഴത്തേക്ക് അവർക്കത് ഉപദ്രവമായി മാറുന്ന രീതിയിൽ അവർ തന്നെ നമ്മളെ പോർട്രേറ്റ് ചെയ്യും. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. ചിലപ്പോൾ അവരെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാവാം. ഞാൻ അവരുടെ അടുത്ത് അവർക്ക് എസ്കേപ്പ് ആകാൻ വേണ്ടി അത് ഞാനല്ല ദിയാസാണ് പറഞ്ഞത്. കാരണം അവർക്ക് പ്രൊഫൈലാവും. അപ്പോഴത്തേക്ക് അവർ രക്ഷപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് ചില സാഹചര്യത്തിൽ എന്നെ ഇട്ട് കൊടുക്കുന്ന സമയം ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഞാൻ വിഷമിച്ചിട്ടുള്ള സമയങ്ങൾ അതൊക്കെയാണ്. ഞാൻ ഇത്രയും ഓർത്തഡോക്സ് ഫാമിലിയിൽ ജനിച്ചവല എന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്തിനാ ഷർട്ട് ലുങ്കിയൊക്കെ ഇട്ടിട്ട് നടക്കുന്നത്? ഭയങ്കര കംഫർട്ടാണമ്മ, ഭയങ്കര കംഫർട്ടാണ്. തെറ്റായി പോയി ബയോളജിക്കൽ വുമൺ ആയിട്ട് ജനിച്ചോ? ഇല്ല ഒരിക്കലും. നിന്റെ നട, നിന്റെ പേച്ച്, നിന്റെ ഈ ഗംഭീരമൊക്കെ കാണുമ്പോ നീ യു ഷുഡ് ഹാവ് ബോൺ ആസ് എ മാൻ. അമ്മ അത് നമുക്ക് സെൽഫ് സമാധാനം. നമ്മൾ ഇപ്പൊ ഇവിടുത്തെ പുരുഷ പ്രിവിലേജിന് ഒരിതുണ്ട്, ഒരു പവർ ഉണ്ട് ആണുങ്ങൾക്ക് എന്ന് പറയുന്നത്. കേരളത്തില് അല്ല, ഡൊമിനൻസ് തന്നെയാണ് അമ്മ. നമ്മൾ ഇന്ത്യയിൽ തന്നെ ഇപ്പം നമ്മളെ മുഖ്യമന്ത്രി മുതൽ ഇങ്ങോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ സ്ത്രീകളെ കണ്ടിട്ടില്ലല്ലോ അധികം. അപ്പം അതൊക്കെ കൊണ്ട് തന്നെ ഒരു ഡൊമിനേറ്റിംഗ് സാധനം ഞാൻ വളർന്നു വന്ന സാഹചര്യം മുതൽ ഇതുവരെ ഞാൻ കാണുന്നുണ്ട്. അപ്പം എൻ്റെ ഒരിതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ആളുകൾക്ക് ഇങ്ങനെ എന്താടാ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവിടെ ഒന്ന് സറണ്ടർ ആവുന്നു എന്നൊരു മോഡാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രാക്ടിക്കൽ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ
ഒന്ന് നാച്ചുറലി എനിക്ക് കുറേ എൻ്റെ പ്രശ്നങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ജീവിതത്തിലോട്ട് വന്നപ്പം ഞാൻ ഓട്ടോമാറ്റിക്കലി എൻ്റെ ലൈഫ് കൊണ്ട് കുറേ പഠിച്ച് ഞാൻ ബോൾഡായിട്ടുണ്ട്. അത് കൂടാതെ എൻ്റെ ആക്ടിവിറ്റികളും ബോൾഡാക്കിയിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഈ പറഞ്ഞ മുണ്ടെടുത്തതായിക്കോട്ടെ, ഷർട്ട് ഇട്ടതായിക്കോട്ടെ, മുണ്ടും ഷർട്ടും ഒരു കോൺഫിഡൻസ് ആണ്. അത് നിനക്ക് കോൺഫിഡൻസ്, നിനക്ക് തോന്നുന്നു അതെന്തെങ്കിലും ഇമ്പാക്ട് ചെയ്തു ഈ പുറത്തേറുള്ള ഉണ്ട്. അത് ഇമ്പാക്ട് ചെയ്തത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒന്നുണ്ട്. ഇന്ന വസ്ത്രമേ ഇന്ന ആളുകൾ ഇടാവൂ എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ മുണ്ടും ഷർട്ടും ഉടുത്തതിന് ശേഷം കുറെ കോൺട്രവേഴ്സികൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ മുണ്ട് ഷർട്ട് വിവാദം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ബിഗ് ബോസിൽ നിൽക്കുന്ന സമയത്ത് അധികവും ഉപയോഗിച്ചിരുന്ന മുണ്ട് ഷർട്ടുമായിരുന്നു. അപ്പൊ അതൊക്കെ പുറത്ത് ആളുകൾ കൂടുതലായിട്ട് അനുകരിക്കാനും കോളേജിൽ സ്റ്റുഡൻസുകളൊക്കെ അത് എടുക്കാനും തലയിൽ ഒരു ഉണ്ടക്കെട്ട് കെട്ടിയിട്ട് എൻ്റെ സ്പെക്സ് ഒക്കെ വെച്ചിട്ട് ഒരു ഫെമിനിസം മോഡൊക്കെ ഇങ്ങനെയാണ് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ആളുകൾ ട്രൈ ചെയ്യാനൊക്കെ തുടങ്ങിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് അത് ഉപയോഗിച്ചതെന്ന് വെച്ചാൽ എൻ്റെ കോൺഫിഡൻസിനും എൻ്റെ ബലത്തിനും അതുപോലെ എൻ്റെ എനിക്ക് നല്ല ഇതാണ്, ഭയങ്കര ഫ്രീ ആണ്. മുണ്ടൊക്കെ ഇങ്ങനെ എടുത്ത് മടക്കി കുത്തും, നല്ല കാറ്റൊക്കെ അടിച്ച് നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ ഇറങ്ങാം. നല്ലതാണ്. അമ്മ മുണ്ടെടുത്ത് നോക്കണം, നല്ല രസമാ അത്. എന്നെ ഇവള് ചേഞ്ച് ചെയ്യുന്നുണ്ട്. എനിക്കൊക്കെ മുമ്പേ അമ്മ മുണ്ടൊക്കെ ഉടുത്തിട്ടുണ്ട് ഇഷ്ടം പോലെ, കയ്യില് മുണ്ടും ബ്ലൗസും ഒക്കെ ഉടുത്ത് നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടില്ലേ. അപ്പൊ പിന്നെ എന്താണ്, ഞാൻ പിന്നെ മടക്കിയും കൂടെ കുത്തുന്നു. അത് എനിക്ക് ഇഷ്ടമില്ലാത്ത ഡ്രസ്സായിരുന്നത്. നീ ഇട്ടപ്പോ എനിക്ക് ഐ ഫെൽറ്റ് നൈസ്, നന്നായിട്ടുണ്ടായിരുന്നു. അതെ. പക്ഷെ ഞാൻ അത് ഇട്ട് നടിക്കുമ്പോൾ എനിക്ക് കംഫർട്ട് ഇല്ല. എനിക്ക് തോന്നുന്നു അമ്മ ഈ ജീവിക്കാനാണല്ലേ അമ്മ എല്ലാം നമ്മൾ എടുത്ത് ചെയ്യുന്നത്. ശരിക്കും കംഫർട്ട് അല്ലെങ്കിലും അത് അമ്മയുടെ സ്റ്റോറിയിൽ കുറെ അമ്മ എഴുതിയിട്ടുണ്ട്. അപ്പം അത് കംഫർട്ട് അല്ലായിരുന്നിട്ടും നിങ്ങളത് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് ഐ ഫെൽറ്റ്, എനിക്കൊരു വിഷമമാണ് എനിക്ക് ശരിക്കും അതൊക്കെ കേൾക്കുമ്പോൾ. ഇപ്പോ നിന്റെ മോന് എന്താ ചെയ്യുന്നുണ്ട്? ഇപ്പൊ അവൻ എന്നു വിളിക്കും എന്ന് പറ. നാനി അമ്മമ്മ. ഞാന് ഇവളുടെ മോനുക്ക് അമ്മമ്മ. അതെ. എന്താ ചെയ്യുന്നുണ്ട്? എൻ്റെ മോൻ മാസ്റ്റർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഇന്റഗ്രേറ്റ് മാസ്റ്റർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു. അവന് ഫുട്ബോൾ പരിപാടിയൊക്കെ, ഫുട്ബോൾ ഉണ്ട്, അവന് എല്ലാം ഉണ്ട്, അത്ലറ്റിക്, ഫുട്ബോൾ. അവന് 6.1 അല്ലേ ഹൈറ്റ്? 6.1 ഹൈറ്റ് ഉണ്ട്. ഇത് ഇവ ഇങ്ങനെയും പോണ അങ്ങനെയും ആ ഫോട്ടോ അയച്ചു കൊടുക്കണം. അതെ 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 അതെ. സിംഗിൾ പാരന്റ് ആൻഡ് ഓൺലി സൺ. നീ അവനെ എത്ര ടോർച്ചർ ചെയ്യുന്ന നിനക്ക് മനസ്സിലായോ? അയ്യോ, നീ അവന് ചെയ്യുന്ന ടോർച്ചർ ഇന്ന് രാവിലെ തന്നെ എനിക്ക് ടെൻഷനായി. അവള് പാവം, അവന് പറഞ്ഞു, ഞാൻ പറയാമേ, ഞാൻ പറയാം, ഞാൻ ഇപ്പോ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നു, ഞാൻ പറയാം. എന്താടാ നീ ഇത് എന്തിന് അവൻ പറയട്ടെ, അവൻ ഇറങ്ങി പറയൂലേ. അല്ല, അത് എന്താന്നറിയാം, അവസരം രാത്രി 7 മണിക്ക് കയറിയതാണ്. അപ്പൊ അമ്മയാണ് നോക്കുന്നത്, എൻ്റെ ഉമ്മച്ചി. അപ്പൊ ഉമ്മച്ചി അവനെ വെയിറ്റ് ചെയ്ത് കുറെ നേരം നിന്നു. അത് കഴിഞ്ഞിട്ടാണ് ഉമ്മച്ചി ഒന്ന് ജസ്റ്റ് പുറത്തോട്ട് പോയത്. അപ്പൊ മക്കളെ വിളിച്ചിട്ട് എടുക്കുന്നില്ല ഫോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവനെ വിളിച്ചത്. അവനെ വിളിച്ചപ്പോഴത്തേക്ക് അവൻ അവിടെ നിന്ന് ഒരു ബസ് കയറി വേറൊരു വണ്ടിയിലായി പോയി. അവനത് ഒരിടത്ത് ഇറങ്ങി, അവിടെ നിന്ന് പിന്നെ ബസ് കയറി. അതൊക്കെ എനിക്കറിയാം. അതിനുശേഷം നീ ഇനി നിന്റെ ഫ്രണ്ട്സ് കൂട്ടുകാരുമായിട്ട് നീ ഈ പരിപാടിയൊക്കെ വെക്കരുത്. എന്തായത് എനിക്ക് തോന്നിയത് അവൻ വന്നിട്ട് അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോയിട്ടുണ്ടാവുമെന്ന്. അവൻ അങ്ങനെയല്ല. അവനെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. കുറെ ദിവസമായില്ലേ കോളേജിൽ പോയിട്ട്. സോ ദാറ്റ്സ് വൈ, അതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് ചോദിച്ചത്. അത് ടെൻഷനാ. അത് മനസ്സിലായി. അത്രയ്ക്കും one person you have in your life, your flesh and blood. എന്നെക്കാട്ടിലും വലുത് അമ്മ. ഭയങ്കര ഇത് ഉമ്മച്ചി വെയിറ്റ് ചെയ്തിരിക്കുവല്ലേ. ഇപ്പോഴും ഞാൻ ഇവിടെ ഇരിക്കല്ലേ അമ്മ ചെയ്യുന്നത്. സോ എത്ര ഫ്രണ്ട്സ് ഉണ്ട്? എനിക്ക് ഭയങ്കര ക്ലോസ് സർക്കിളിൽ വളരെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. ഫ്രണ്ട്സ് ഉണ്ടോ? ഉണ്ട്, വളരെ ഫ്രണ്ട്സ് ഒക്കെ. നല്ല ഫ്രണ്ട്സുകളാണമ്മ. അവർ പാവം പറഞ്ഞത്, നീ പാവം പറഞ്ഞു. നിന്റെ ഒപ്പം ഫ്രണ്ട്ഷിപ്പ് വെക്കാൻ എത്ര കഷ്ടം എനിക്കറിയാമല്ലോ. അതെ. ഈ രഹന ഫാത്തിമ അവരെങ്ങനെ ഫ്രണ്ടായി നിനക്ക്? അവളെനിക്ക് ഏകദേശം ഒരു 10 വർഷത്തിൽ മേലായി. എൻ്റെ നല്ല സുഹൃത്താണ് രഹന. ഈ പറഞ്ഞ പോലെ എന്നെ പോലെ തന്നെയാണ്. വളരെ സാധാരണ ഒരു ഫാമിലീസിൽ നിന്ന് വന്ന് ഒരുപാട് വിഷയങ്ങൾ ജീവിതത്തിൽ ഫേസ് ചെയ്ത് അവള് BSNL വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ പരിചയപ്പെടുന്നത്. അവരുടെ ആദ്യത്തെ മുന്നുണ്ടായിരുന്ന പാർട്ട്ണറുമായിട്ടായിരുന്നു എനിക്ക് ആദ്യം കമ്പനി ഉണ്ടായിരുന്നത്. ഫൈനലി
അയാളുമായിട്ട് ഭയങ്കര പ്രശ്നമായി. കാരണം അയാൾ എൻ്റെ ലൈഫിൽ ഭയങ്കര പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടാക്കി. രഹനയും കൂടെ അതിൻ്റെ പാട്ടൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയും അവൾ എന്നെ വിട്ടുകൊടുത്തിട്ടുമില്ല, ഞാൻ അവളെ വിട്ടുകൊടുത്തിട്ടുമില്ല. അവൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു വുമണാണ്. അതുകൊണ്ടിട്ട് ഞാൻ അവരെ വളരെ അടുത്തൊരു സുഹൃത്താക്കി തന്നെയാണ് ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നത് മുന്നോട്ട്. ഇല്ല, ഈ രഹന ഫാത്തിമ അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഐ ഡോണ്ട് മൈൻഡ്. പക്ഷെ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ കോൺട്രവേഴ്സി ഇഷ്യൂസ് ആണെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതില് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അവൾ കോൺട്രവേഴ്സി ആയിട്ട് ചെയ്യുന്ന വിഷയങ്ങളിൽ കുറേ കാര്യങ്ങളൊക്കെ സിമിലറാണ്. എനിക്കും ഞാൻ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ് ചിലതൊക്കെ. ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അവൾ ചെയ്യുന്നത്. അവളെന്നല്ല, അത് ഏതൊരു സ്ത്രീകൾ ചെയ്താലും ഞാൻ അത്തരം വിഷയങ്ങളെ അനുകൂലിക്കുന്ന ഒരാളാണ്. കാരണം സ്ത്രീകൾക്ക് പ്രിവിലേജ് ഇല്ല, അല്ലെങ്കിൽ സ്ത്രീകൾ ഇത് ചെയ്യാൻ പാടില്ല, അതേ ചെയ്യാൻ പാടുള്ളൂ, അവരിത് ചെയ്താൽ മോശപ്പെട്ടവരാകുന്നു എന്ന സാഹചര്യത്തിലൊക്കെ ഒരു സ്ത്രീ അനുഭവിക്കുന്ന സ്ട്രഗിളിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ എത്തിക്സ് എന്നെ പഠിപ്പിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ രഹന ചെയ്യുന്ന ആക്ടിവിറ്റികളിൽ കുറേ അധികം കാര്യങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, ഒരു കാര്യം, ഈ ശബരിമല അതിന്റെ കാര്യം പറഞ്ഞു കൊടുക്കുക. ശബരിമല വിഷയത്തില്, ശബരിമലയിൽ അവള് കയറി, സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിരുന്നു, സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചു കൊണ്ടിട്ടുള്ള വിധി. ആ വിധിയിൽ അവൾ അത് ചെയ്തു. പക്ഷെ അത് വിശ്വാസികൾക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം എന്നോടത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത്തരത്തിലുള്ള ആക്ടിവിറ്റികൾ ചെയ്യില്ല. പക്ഷെ ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകളെ എനിക്ക് എതിർക്കാനോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് അത് ചെയ്യരുതെന്ന് പറയാനും പറ്റില്ല. പക്ഷെ ഐ സപ്പോർട്ട് ദാറ്റ് കൈൻഡ് ഓഫ് അതുപോലത്തെ കാര്യങ്ങളിൽ എന്ന് പറയുന്നത്. ഈ റീസെൻ്റ്ലിയും ഒരു ജാസ്മിൻ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി, കഴിഞ്ഞ ബിഗ് ബോസിലുണ്ടായിരുന്ന പെൺകുട്ടിയാണ്. അവർ ഇതുപോലെ അമ്പലക്കുളത്തിൽ അവർ കാല് കഴുകി ഒരു റീൽസ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായി. അത് ഇതുപോലെ പുണ്യാഹം തളിക്കണം, അത് ഇത് ശുദ്ധികലശം നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലും ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു, ഈ 20-ാം നൂറ്റാണ്ടിലും എന്തിനാണ് ഇത്തരത്തിലുള്ള മതഭ്രാന്ത് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റൊക്കെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ്. അത് ആ കുട്ടിയെ നല്ല ഏതൊരു സ്ത്രീ എന്ന് പറഞ്ഞാലും. ഞാൻ കാര്യം പറയട്ടെ, ഇതൊക്കെ നീ മുസ്ലിം, അതെ, ഫാത്തിമ മുസ്ലിം, ഈ ജാസ്മിൻ ഫാത്തിമ മുസ്ലിം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഫാത്തിമ എത്തിക്സ് ഇത് മതമില്ല എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ് ഫാത്തിമ. മതമില്ല, അത് നിനക്ക് ഓക്കെ. പക്ഷേ കമ്മ്യൂണിറ്റി എന്താ അവളുടെ? മുസ്ലിം. ഈ ജാസ്മിൻ മുസ്ലിം. അപ്പൊ നിങ്ങൾ ഇത് പർപ്പസ് ആയിട്ട് ചെയ്യുന്നത് പോലല്ല. അല്ലമ്മ, ഇതിനകത്ത് ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമുക്ക് തന്നെ മസ്ജിദില് നമുക്ക് പ്രേയർക്ക് നമുക്ക് പോവാനില്ല. ഇപ്പോഴാണ് ഇനി ഒരു ഫ്ലോർ കട്ടിട്ട് ലേഡീസ് ക്യാൻ കം ബട്ട് ഇൻ ദി അതർ വേ എന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് റൂൾ ആയിരുന്നു. നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മുടെ കാസ്റ്റ് വരുമ്പോൾ നമ്മ അങ്ങനെ തന്നെ ആ റൂൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അല്ല, ഞാൻ പറയുന്നത് ഒരു മിനിറ്റ് നമ്മ അത് ഫോളോ ചെയ്യുന്നുണ്ട്. നീ ഖുറാൻ ബുക്ക് കൊണ്ടുപോയി ബാത്റൂമിൽ വെക്കോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ അതിനെയൊന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. സപ്പോർട്ട് ചെയ്തിട്ടില്ലല്ല, ഞാൻ പറയാൻ വരുന്നത് അത് നമ്മൾ ചെയ്യില്ലല്ലോ. അത് നമ്മുടെ പാക്കേജ. അല്ല, ഞാൻ ചെയ്യത്തില്ല, ഞാൻ ഇതൊന്നും ചെയ്യത്തില്ല. പക്ഷെ ചെയ്യുന്നവരെ, ഖുറാൻ കൊണ്ട് വെക്കുന്നവരെ ഞാൻ സപ്പോർട്ട് ചെയ്യുമെന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്നത് കേക്ക്. ഇപ്പൊ ഈ അപ്പോ ഇതൊക്കെ കാണുമ്പോ ഇത് പർപ്പസ് ആയിട്ട് ചെയ്തതുപോലെ തന്നെ തോന്നും. ഇല്ല, ഞാനത് അങ്ങനെ നീ വിശ്വസിക്കില്ല. നിന്റെ കാര്യം വിട്. അത് നീ അത് അറിയാതെ പോയാണ് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലല്ല, നിന്റെ പോയിന്റ് ഓഫ് വ്യൂ വേറെ, മക്കളുടെ പോയിന്റ് ഓഫ് വ്യൂ വേറെ, എന്റെ പോയിന്റ് ഓഫ് വ്യൂ വേറെ. ഇപ്പൊ എന്നെ ചോദിച്ചാല് ഈ കാൽ കഴുകുന്നത് ഈ കുട്ടി എന്തിനു ചെയ്യണം? അതിന് മുമ്പ് എടുത്ത് ആക്ച്വലി എവിടെയും പറഞ്ഞില്ലല്ലോ. ഞാൻ എല്ലാ അമ്പലത്തിലും പോകുന്നുണ്ട്. എന്നെ അമ്പലത്തിലും വരരുതെന്ന് പറയരുതില്ല. കാരണം ഞാൻ അങ്ങനത്തെ ഫോട്ടോ എടുക്കില്ല, ഞാൻ അങ്ങനത്തെ കാര്യം ഒന്നും ചെയ്യില്ല, അങ്ങ് വീഡിയോ എടുക്കില്ല. പർപ്പസ്ലി എന്തിന്? Why are you doing? അല്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അമ്മ? എന്താ ഇഷ്ടം? അവര് ഓരോരുത്തരുടെ താല്പര്യമാണ്. ഇപ്പൊ ഒരു റീൽസ് ചെയ്തത് അവര് കാല് കഴുകണമെന്ന് വിചാരിച്ച് കഴുകിയതല്ല. അവരിങ്ങനെ ഒരു കാലിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ തെന്നിയ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു അതിനകത്ത്. അതിനാണ് ഇത്രയും ഇതുണ്ടാക്കിയത്. തെറ്റ് തന്നെയാ. എനിക്കത് എത്രയോ അമ്പലത്തില് മുസ്ലിംസ് അലൗഡ് ഇല്ല. അപ്പൊ അത് അവരുടെ പ്രയോറിറ്റി. അമ്പലത്തിൽ പോവാറുണ്ടല്ലോ, ഞാനും പോവാറുണ്ടല്ലോ, നമ്മൾ ഒരുമിച്ചൊക്കെ പോയിട്ടുണ്ട്. നമ്മ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തോ ചെയ്യില്ല. നമ്മള് അങ്ങനെയൊന്നും ചെയ്യില്ല. ഞാൻ ജസ്റ്റ് ഒക്കെ സെൽഫി ഒക്കെ ഇട്ടിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ ഇല്ല.
ഇതൊക്കെ ഒരു പർപ്പസ് ആണെന്നോ? ഇനി പർപ്പസ് ആയിട്ട് ചെയ്യട്ടെ അമ്മ. ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് സ്ത്രീകളെ മാറ്റി നിർത്തിയും പുരുഷനെ മാറ്റി? ഇത് അമ്പലം ആയാലും പള്ളി ആയാലും ഒക്കെ എന്റെ നിലപാട് ഇത് തന്നെയാണ്. അത് എല്ലാവരും ചോദിക്കുന്നു, നിങ്ങളെ മുസ്ലിം മതം, നിങ്ങളെ പള്ളിയിൽ നിങ്ങൾക്ക് അത് വേണ്ട, എല്ലാം വേണമെന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ ഇതൊന്നും വേണ്ടെന്ന് പറയുന്ന നമുക്ക് പീരിയഡ്സ് ആവുന്നുണ്ടല്ലോ. അതെ, ആ 3 days നമ്മ നമാസ് പഠിക്കോ? ഇല്ല, അതാ പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന സാധനമാണത്. എനിക്ക് അതിനോടൊന്നും വിശ്വാസമില്ല, അത്തരം കാര്യങ്ങളോടൊന്നും വിശ്വാസമില്ല. നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി പോകുന്ന ഒരു അവസ്ഥ അമ്മ, നമ്മളെ ജനിപ്പിച്ചപ്പോഴേ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ ബോഡിയിൽ ഉണ്ടായ ഒരു അവസ്ഥ. എന്തിനാണ് അതിനൊരു മാറ്റം കൊണ്ടുവരുത്തുന്നത്? നമ്മളെ ഏത് രീതിയിലായാലും നമ്മൾ ദൈവത്തെ വിളിച്ചാൽ ആ ദൈവം കേൾക്കും. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എപ്പോൾ വിളിച്ചാലും ആ ദൈവം കേൾക്കും. ശുദ്ധിയും അശുദ്ധിയും ഒന്നും ദൈവമല്ല നിശ്ചയിച്ചിരിക്കുന്നത്, ഇവിടുത്തെ മനുഷ്യരാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇവിടുത്തെ അന്ധവിശ്വാസങ്ങൾ മനുഷ്യരുണ്ടാക്കി കൊണ്ടുവന്നതാണ്. ഒരിക്കലും ഇതൊന്നും ദൈവം കൊണ്ടാക്കിക്കൊണ്ട് തന്ന് നിങ്ങളിത് ചെയ്യുന്ന പറഞ്ഞിട്ടില്ല. ഞാനൊരു വിശ്വാസിയാണ്. ഇന്ന് ഞാൻ പടച്ചോനെന്നാണ് വിളിക്കുന്നത്. എല്ലാ ദൈവങ്ങളോടും എനിക്ക് റെസ്പെക്റ്റ് ആണുള്ളത്. കാരണം ഞാൻ ജനിച്ചു വീണത് ഞാനൊരു മുസ്ലിം മതസ്ഥയായിട്ടുള്ള ഒരു പെണ്ണായതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മളുടെ ജേണി അങ്ങനെ തന്നെയായിരിക്കും. അപ്പം മറ്റുള്ള മതസ്ഥന് എല്ലാത്തിനെയും ഞാൻ ബഹുമാനിക്കുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അതൊക്കെ ഒരു ആചാരവും അന്ധവിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് മതങ്ങളെ മാറ്റി ഓരോ മനുഷ്യരെയും അതിലേക്ക് തള്ളിവിടുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളോട് എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ല, വിശ്വാസമില്ല. ഇവിടുത്തെ ഭൂരിപക്ഷം മനുഷ്യർക്കും ഞാൻ പറയുന്നതിനോട് അവർ യോജിക്കത്തുമില്ല. പക്ഷെ ഞാൻ എൻ്റെ നിലപാട് ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അമ്മ പറയുന്നതൊക്കെ ശരിയാണ്. പലർക്കും അത് വേദനിക്കാം, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, നമ്മൾ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കുണ്ടാകുന്നു. അത് അവരുടേതായിട്ടുള്ള ചിന്ത. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യാതെ പോയി സ്വാമി കുമ്പിടിട്ട് വരണം. ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യാത്തത്. എനിക്ക് മറ്റുള്ളവരുടെ വിശ്വാസത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്നില്ലാത്തത് കൊണ്ടാണ് ഞാൻ നേരിട്ടത് ചെയ്യാത്തത്. അത്തരത്തിലുള്ള വീഡിയോസ് ഫോട്ടോസുകൾ ഷെയർ ചെയ്തോ അല്ലെന്നുണ്ടെങ്കിൽ എൻ്റേതായിട്ടുള്ള ആക്ടിവിറ്റികൾ ചെയ്തിട്ടൊന്നും ഷെയർ ചെയ്യാത്തത്. പക്ഷേ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യും. അത് എൻ്റെ തോട്ട് അങ്ങനെയാണ്. അതെ, നിന്റെ തോട്ട് അങ്ങനെ. ഓക്കെ, ഐ എം ഓപ്പോസിറ്റ് ടു ഇറ്റ്. യാ, ഓക്കെ. ഇപ്പോൾ ദിയ ഇപ്പം നീ ഒന്ന് പറഞ്ഞു, അമ്പലത്തിക്ക് അവർക്ക് പോകണമെങ്കിൽ അവർ പോട്ടെ. പക്ഷേ ഖുറാന് കൊണ്ടുവന്ന് ബാത്റൂമിൽ വെക്കാൻ അത് ഞാൻ ചെയ്യില്ല എന്നാണ് നീ പറഞ്ഞത്. അപ്പോൾ ഇത് ഡബിൾ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്മെന്റ് ആയല്ലോ അമ്മ. ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യത്തില്ല. നീ ചെയ്യത്തില്ല. അപ്പോ ഖുറാന് വെച്ചാ നീ ഇത് സേഫ്റ്റി ആക്കി ഞാൻ അങ്ങനെ ചെയ്യില്ല. അപ്പോ നീ മറ്റൊരു ചെയ്യുന്നത് തെറ്റെന്ന് അറിഞ്ഞും നീ അത് സപ്പോർട്ട് ചെയ്യുമല്ലേ? അല്ല, അത് എനിക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല. ഗ്രന്ഥങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുന്നത് അത് അവരുടെ ഒരു, ഞാൻ പറഞ്ഞല്ലോ, ഗ്രന്ഥം ബാത്റൂമിൽ കൊണ്ടുവയ്ക്കുക എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ഞാൻ അത്തരം ബാത്റൂമിലൊന്നും ഗ്രന്ഥം കൊണ്ടുവയ്ക്കുക എന്ന് പറയുന്നതിനോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. അത് ഗ്രന്ഥമെന്നല്ല. ഇനി പള്ളിയിൽ കയറുന്നു എന്ന് പറയണം. ഇപ്പൊ അമ്പലത്തിൽ കയറി, അതുപോലെ പള്ളിയിൽ സ്ത്രീകൾ കയറി എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും. അത് കാരണം മുസ്ലിം പള്ളി ആയിക്കോട്ടെ, ഹിന്ദു ചർച്ച ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ചർച്ച ആയിക്കോട്ടെ, ഹിന്ദു ശബരിമല ആയിക്കോട്ടെ, എവിടെയും സ്ത്രീകളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരു തരത്തിലുള്ള വിയോജിപ്പില്ല. ആക്ച്വലി അങ്ങനെ ഒന്നും ഇല്ല. പക്ഷെ ഇത് ഗ്രന്ഥം കൊണ്ടുവന്ന് ബാത്റൂമിൽ വെക്കട്ടെ എന്ന് ചോദിക്കുന്നതൊന്നും അതൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതാണ് നമുക്ക് പീരിയഡ്സ് ടൈം. നമുക്ക് പീരിയഡ്സ് ടൈം ഇതൊക്കെ അല്ല, നമുക്ക് നേരായിട്ട് പറഞ്ഞതൊന്നും അല്ല. അതാണ്. സോ എവറിത്തിങ് വാസ് ക്രിയേറ്റഡ് ബൈ മെൻ പീപ്പിൾ. ഇപ്പോ ആ 3 days നമ്മ ഖുറാനെ തൊടുறது അല്ലേ? നമ്മൾ ദൂരം വെക്കും, നമ്മൾ തൊടമാട്ടം. സോ അങ്ങനെ ഈ ടെമ്പിൾസിലും ഇങ്ങനെ ഒരു റൂൾസ് ഉണ്ട്, ലേഡീസിന് പീരിയഡ്സ് ആയാൽ വരരുത്. സോ അത് അവർ തീട്ട് എന്നാ പറയും, തീണ്ടാര്, അതായത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അശുദ്ധിയാണ്. പക്ഷേ ശബരിമലയ്ക്ക് ഈ പീരിയഡ്സ് നിന്ന ശേഷം 45, 55, 65 ആ ഇയേഴ്സ് ആയ വുമൻ ക്യാൻ ഗോ. അത് നിനക്കറിയോ? അറിയാം. 10 വയസ്സിനകത്തുള്ള പെൺകുട്ടികളും 50 വയസ്സിന് പുറത്തുള്ള സ്ത്രീകളും പോവാറുണ്ട്. അപ്പൊ അവർ പോവേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അതെ, പോകാം. അത് ഇപ്പം നമ്മളുടെ എൻ്റെ സെൽഫിൽ എനിക്കിപ്പം പോണം ശബരിമലയിൽ എന്ന് പറഞ്ഞാൽ അവർ പോയാൽ എന്താ കുഴപ്പം?
എൻ്റെ സെൽഫിലി ഞാനൊരു മുസ്ലിം പള്ളിയിൽ കയറണം എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ക്രിസ്ത്യൻ പള്ളിയിൽ, ക്രിസ്ത്യൻ പിന്നെ അങ്ങനെ ഒരു ഇതില്ലെന്ന് പറയാം. അത് എനിക്കിപ്പം എൻ്റെ ഈ പ്രായത്തിൽ എനിക്ക് തോന്നിയാൽ അത് എന്തിനാണ് അങ്ങനെ ഒരു പ്രായപരിധിയൊക്കെ നിശ്ചയിച്ച് അങ്ങനെ ഒരു അശുദ്ധി എന്ന രീതിയിലൊക്കെ സ്ത്രീയുടെ ബോഡിയെ എന്തിനാണ് അങ്ങനെയൊക്കെ ചൂസ് ചെയ്യുന്നത്? ഇപ്പം ഖുർആന്റെ കാര്യത്തിൽ പോലും നമ്മളിപ്പോൾ പീരീഡ്സ് ആയിരിക്കുമ്പോൾ ചെയ്യരുത്, അത് രാമായണം തുടരുത്, അല്ലെങ്കിൽ പൂജ ഹാളിൽ കയറരുത്, ഖുർആൻ തുടരുത്, ഇതിനോടൊന്നും എനിക്ക് അംഗീകരിക്കും. കാരണം സ്ത്രീയുടെ ശരീരം എപ്പോഴും പുണ്യമാണമ്മ. എന്നെ സംബന്ധിച്ചിട്ട് ദൈവം ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങളെ ശരീരത്തിന് ശുദ്ധി ഇല്ലെന്ന്. ഒരു ദൈവവും പറയത്തില്ല. അത് ചലഞ്ച് ചെയ്യാം. ഇത് സമൂഹത്തിൽ നിൽക്കുന്ന കുറേ മനുഷ്യരുണ്ടാക്കി വെച്ചിരിക്കുന്ന കുറേ സിസ്റ്റമാറ്റിക്കൽ സാധനങ്ങൾ അതൊക്കെ. ദൈവത്തിന് എല്ലായിടത്തും ഇവിടെ ഇരുന്ന് നമ്മൾ അമ്പലത്തിൽ പോലും പോയില്ലെങ്കിൽ ഇവിടെ ഇരുന്ന് ദൈവമേ എന്ന് വിളിച്ചാലും ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നിന്ന് നമുക്ക് പ്രേ ചെയ്താൽ മതി, ദൈവം വരും എന്ന് വിശ്വാസം ഉണ്ടല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് തന്നെ പ്രാർത്ഥിച്ചാൽ മതിയാവുമല്ലോ. എന്തിന് ശബരിമല പോകണം, ഇങ്ങനത്തെ സീനൊക്കെ ക്രിയേറ്റ് ചെയ്യണം? എന്തിനാ ഈ പ്രശ്നങ്ങൾ? അത് അവർക്ക് ഇഷ്ടമുണ്ട്, അവർ പോയി, അവർക്ക് അവരുടെ ഇഷ്ടമാണത്. അത് എനിക്ക് തടുക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം ഞാനാണ് ചെയ്തതെങ്കിൽ ഇതിപ്പോൾ ഈ ചോദ്യത്തിനകത്ത് പ്രസക്തിയുണ്ട്. ഞാൻ പറയുന്നത് ഞാനിതിനെ അനുകൂലിക്കുന്നു എന്ന് മാത്രമാണ്, ഞാൻ ചെയ്യില്ല. അത് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്. പലരും ഈ അടുത്ത സമയത്ത് ഈ കാല് കഴുകിയ വിഷയത്തിലും ഞാൻ സപ്പോർട്ട് ചെയ്തതിന് എന്നോട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ അത് ചെയ്യുമെന്നാണ്. ഞാൻ ചെയ്യുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഞാൻ സപ്പോർട്ട് ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞത് ഒരാൾക്ക് ഇഷ്ടപ്പെട്ട് അയാൾ ചെയ്തു, അതിന് ഞാൻ സപ്പോർട്ട് ചെയ്തു. എനിക്കതിനകത്ത് റിജക്ഷൻ ഇല്ല. എനിക്ക് പക്ഷേ പറ്റില്ല. കാരണം എൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്, അവർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനത് ചെയ്യില്ല. ഇപ്പം ഞാൻ ചിലപ്പോൾ ചെയ്യുമ്പോൾ അമ്മയും പറയും ഇല്ല മക്കളെ അത് ചെയ്യരുതെന്ന് പറയും. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ഉമ്മാക്ക് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരികൾക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാനത് ചെയ്യണ്ട. പക്ഷേ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഇതിനകത്ത് ഞാനത് സപ്പോർട്ടാണ്, അത്രയേ ഉള്ളൂ. ദിയ, ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഉണ്ട്, അത് നിനക്കറിയാം, നീ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഇത് എപ്പോഴും നിൻ്റെ അടുത്ത് ചോദിച്ചില്ല, നീ എങ്ങനെയാണ് ഫസ്റ്റ് കമ്മ്യൂണിറ്റി സാർന്ന മക്കളെ മീറ്റ് ചെയ്തത്? പിന്നെ അവരുടെ അടുത്ത് നിനക്ക് എന്താ ഇഷ്ടപ്പെട്ടു? എന്തിനാ അവർക്ക് നീ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? വീട് വിട്ടിറങ്ങിയ സമയത്ത് ഞാൻ ശരിക്കും തെരുവിൽ കിടന്നിട്ടുണ്ട്. ഞാൻ മീൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ റോഡിൽ ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെയും ബസ് സ്റ്റാൻഡിൻ്റെയും ഇടയിലൊക്കെ ഇങ്ങനെ കിടന്നിട്ടുണ്ട് പല ദിവസങ്ങൾ. 5-6 ദിവസങ്ങൾ ഞാൻ കണ്ടിന്യൂ കിടന്നിട്ടുണ്ട്. കാരണം എൻ്റെ വീട് വിട്ടിറങ്ങിയ സാഹചര്യത്തിൽ എനിക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, ഫോൺ ഉണ്ടായിരുന്നില്ല, എനിക്ക് ഇവിടുത്തെ സിസ്റ്റത്തിനെ പറ്റിയിട്ട് അറിയില്ലായിരുന്നു. ഒരു 500 രൂപ എടുത്ത് മോഷ്ടിച്ച് കൊണ്ടുവരുന്നതാണ് ഞാൻ അവിടെ വീട്ടിൽ നിന്ന്. ഞാൻ അവിടെ നിന്നാണ് ഇവിടെ ഇറങ്ങി വരുന്നത്. ആ സമയത്ത് എൻ്റെ ചുറ്റിലും കിടന്ന കുറേ പ്രായമായ ആളുകൾ ആരും അറിയാതിരിക്കാൻ വേണ്ടി കരിവാരി തേച്ചതും ഇതൊക്കെ ഞാൻ നല്ല രീതിയിൽ എൻ്റെ പാസ്റ്റിലെ ഞാൻ ആലോചിക്കുന്ന കാര്യങ്ങളാണ്. ആ സമയത്തൊക്കെ പണ്ട് മുതലേ ഇതുപോലുള്ള മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവർ ഭയങ്കര പാമ്പറിങ് ആയിട്ട്, ഭയങ്കര സ്നേഹത്തോടെ, ഭയങ്കര കെയർ ആയിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. അവരാരും തന്നെ സ്നേഹിക്കാനില്ല, പിന്നെയും നമ്മളാരെങ്കിലുമൊക്കെ സ്നേഹിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. അതായത് എന്നെ കാട്ടിലും പ്രശ്നമുള്ള മനുഷ്യരുടെ അനുഭവങ്ങൾ അറിഞ്ഞുകൊണ്ട് എൻ്റെ പ്രശ്നത്തെ ഞാൻ സമാധാനിപ്പിച്ച് റിലാക്സ് ആവുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് കിട്ടിയ മനുഷ്യരാണ് ട്രാൻസ്ജെൻഡേഴ്സ് മനുഷ്യർ. കാരണം എൻ്റെ വിഷയങ്ങളെ കാട്ടിലും പ്രശ്നമാണ് അവരുടെ ജീവിത സാഹചര്യങ്ങൾ. അവർ വീട് വിട്ട് ഇറങ്ങുന്നത്, അവരുടെ ജെൻഡർ സെക്ഷുവാലിറ്റി ഇഷ്യൂസുകൾ, അവർ ലൈഫിൽ അനുഭവിക്കുന്ന സാധനങ്ങൾ, അവർക്ക് ജോലിയില്ലാതെ അവർ തെരുവിൽ സെക്സ് വർക്ക് ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കി അത്രത്തോളം ഗതികേടൊന്നും നമ്മളെ ലൈഫിൽ ഇല്ലല്ലോ എന്ന് മനസ്സിലാക്കി. എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലികൾ കിട്ടുന്നു, ഒരു സ്ത്രീ ആയതുകൊണ്ടോ പുരുഷനായതുകൊണ്ടോ വീട്ടു ജോലി ആയാൽ പോലും നമുക്ക് കിട്ടുന്നു. പക്ഷെ അവർക്ക് അതുപോലും കിട്ടുന്നില്ല. ആ സാഹചര്യത്തിൽ അവരനുഭവിച്ചിരുന്ന സ്ട്രഗിളിംഗ് ഒക്കെ കണ്ടാണ് എനിക്ക് അവരുടെ ഇടയിലേക്ക് ജീവിക്കാനും അവരുടെ ഇടയിലേക്ക് ചെല്ലാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും എൻ്റെ പ്രശ്നങ്ങളെ മറക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ച ഒരു ആയുധമായിട്ടാണ് ആദ്യം മുതൽ കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നെ പോകെ എൻ്റെ ജീവിതത്തിൽ അതൊരു പാട്ടായി. ഇന്നിപ്പോൾ ഉണ്ണുന്നതായാലും ഉറങ്ങുന്നതായാലും അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിച്ചാലും എത്ര മനുഷ്യർ വന്നില്ലെങ്കിലും എങ്ങനെ പോയാലും അറൗണ്ട് ഒരു 1500 കമ്മ്യൂണിറ്റീസ് എങ്കിലും എൻ്റെ ചുറ്റിലും ഉണ്ടാകുന്നു. അത് പറയുന്നത് പോലെയാണ് എൻ്റെ ഒരു കാര്യം. ഞാൻ മരണപ്പെട്ടാലും എൻ്റെ നാട്ടിലുള്ളവരോ മനുഷ്യരോ എൻ്റെ അടുത്ത് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഏതെങ്കിലും 10 കമ്മ്യൂണിറ്റീസ് വന്ന് എൻ്റെ അടുത്തോണ്ട് പോകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അത്രയും വിശ്വാസമാണ് എനിക്കുള്ളത് അവരുടെ അടുത്ത്. അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് വരുന്നത്. എനിക്കും അങ്ങനെ തന്നെയാണ്. അത് വന്നതിന് ശേഷമാണ് പിന്നെ ലെസ്ബിയൻസ്, ഗേ, ബൈസെക്ഷുവൽ, ട്രാൻസ്ജെൻഡർ, ഇന്റർസെക്സ് ആയിട്ടുള്ള മനുഷ്യരൊക്കെ ഉണ്ടെന്നും എല്ലാ വ്യത്യസ്തതകളെയും ഞാൻ അറിഞ്ഞതും മനസ്സിലാക്കിയത്. ഓക്കെ, പക്ഷേ ഇവർക്ക് സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണല്ലോ നിന്നെ എല്ലാവരും കുറേ പേര് ഹാരസ് ചെയ്ത് റേപ്പ് അറ്റംപ്റ്റ് ചെയ്യാൻ വന്നത്. അവരെന്താ വിചാരിച്ച നീ ട്രാൻസ്ജെൻഡർ ആണ്? അതെ. പിന്നെ എങ്ങനെയാ അവിടെ നിന്ന്
തപ്പിയത്? എനിക്കിപ്പോൾ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ വന്നതിന് ശേഷം ലോട്ട് ഓഫ് സ്റ്റോറീസ് ഇരിക്കും. എനിക്ക് കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ നിന്നുള്ള അനുഭവങ്ങളും എനിക്ക് പ്രശ്നങ്ങളായിട്ടുണ്ട്. കമ്മ്യൂണിറ്റിയുടെ പുറത്ത് അവരെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിലും എനിക്ക് അനുഭവങ്ങളായിട്ടുണ്ട്. കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലുള്ള അനുഭവങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രൈസിസിൽ പെടുന്ന കുട്ടികൾ ഉണ്ടാവും. രാത്രി കാലങ്ങളിൽ ഇപ്പോൾ എറണാകുളത്താണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും കോഴിക്കോടാണെങ്കിലും പല ജില്ലകളിലും ക്രൈസിസിൽ പെടുന്ന കമ്മ്യൂണിറ്റികൾ ഉണ്ടാവും. രാത്രി കാലങ്ങളിൽ സെക്സ് വർക്കിന് നിൽക്കുന്നവർ, അവർക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ചിലപ്പം പൈസ കൊടുക്കാതെയൊക്കെ പോവും, സെക്സൊക്കെ ചെയ്തിട്ട് ചിലപ്പോൾ അടിയുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ആ സാഹചര്യത്തിലൊക്കെ ഈ കുട്ടികളെ ഉപദ്രവിക്കുകയോ ആരെങ്കിലും തലയടിച്ച് പൊട്ടിച്ചോ കൈയടിച്ചൊടിച്ചോ കാലടിച്ചൊടിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു എന്നുള്ളൊരു വിഷയം അറിയുമ്പോൾ ഓടിച്ചെല്ലും ഞാൻ. ആ ഓടിച്ചെല്ലുമ്പോൾ ആളുകളൊക്കെ കൂടി നിൽക്കുമായിരിക്കും. സത്യസന്ധമായിട്ട് പറയാം, ആളുകൾ കൂടിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ആ രാത്രിയിൽ 1 മണിക്ക് 2 മണിക്കൊക്കെ ഈ വണ്ടി എടുത്തുകൊണ്ട് ചെല്ലുന്നതുകൊണ്ട് തന്നെ ഞാൻ കമ്മ്യൂണിറ്റി ആണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അവൾ ഒരു പതിവ്രത വന്നേക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെയൊക്കെ കയറി വെറുതെ ഒക്കെ അങ്ങ് കയറി അങ്ങ് പിടിക്കും അമ്മ. വെറുതെ ഒക്കെ കയറി പിടിക്കുക, ചുമ്മാ നടക്കുമ്പോഴത്തേക്കൊക്കെ ഇടുപ്പിലൊക്കെ പിടിക്കുക, വെറുതെ ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ പിടിക്കുക, അബ്യൂസ് ചെയ്യുന്ന രീതിയിലൊക്കെ ഉള്ള സംസാരങ്ങൾ സംസാരിക്കുക. എന്നോട് തന്നെ പറയും പാലാരിവട്ടം പാലത്തിൻ്റെ അടിയിലും അവിടെയൊക്കെ അവൾക്ക് നിൽക്കാൻ പറ്റും, ഞങ്ങളൊന്ന് തൊട്ടപ്പോൾ അവൾക്ക് അങ്ങ് പൊള്ളിപ്പോയി, ഇങ്ങനെയൊക്കെ അങ്ങ് പറയും. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അത് കമ്മ്യൂണിറ്റി ആണെന്ന് കരുതിക്കൊണ്ട് ചെയ്യേണ്ടതാണ്. അപ്പം കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ പിടിക്കാനുള്ള ഒരു ആയുധമാണെന്ന് ജനങ്ങളങ്ങ് വിലയിരുത്തി വെച്ചിരിക്കുക. ആരൊക്കെയോ വിലയിരുത്തി വെച്ചിരിക്കുക. അതായത് കമ്മ്യൂണിറ്റി എന്നാൽ പിടിക്കാം, അവരെന്ത് ചെയ്യാം. അപ്പോഴാണ് എനിക്ക് കൂടുതൽ മനസ്സിലായത് ഓരോ ദിവസവും കൺസെൻ്റ് ഇല്ലാത്ത സെക്ഷുവൽ റേപ്പും കൺസെൻ്റ് ഇല്ലാത്ത പിടിയും വലിയും ഒക്കെ അവരുടെ ജീവിതത്തിൽ എന്തുമാത്രം സ്ട്രഗിളിങ് ആയിട്ട് നടക്കണം എന്നുള്ളത്. അത് ഫേസ് ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ പലയിടത്തും എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. ഞാൻ അതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്, ഞാൻ തിരിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് നിന്റെ മേലെ എന്തോ ഒരു കേസ് ഉണ്ടല്ലോ? അതുണ്ട്. അത് ഈ യൂട്യൂബറെ ഇത് നമ്മുടെ സൈബർ ബുള്ളിങ്ങിനെതിരെ നമ്മൾ പ്രതികരിച്ച ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. ഒരു യൂട്യൂബറെ ഉപദ്രവിച്ചു എന്ന് പറയുന്ന ഒരു സംഭവം. അതെന്തായി? ആ കേസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ നമ്മളിപ്പോൾ പ്രതികളായിട്ടുള്ള കേസും അയാൾ പ്രതികളായിട്ടുള്ള കേസും നടക്കുന്നുണ്ട് കോടതിയിൽ. അപ്പോൾ ആലോചിച്ചോ, നമുക്ക് ഒരു മാൻ എൻ്റെ ലൈഫിൽ ഉണ്ടായ ആ സമയത്തിൽ ആ മാൻ വന്ന് നിൽക്കും, അപ്പോൾ നമുക്ക് ആ മാൻ ഇല്ലാതെ പോയതാണ് പ്രശ്നം എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാനിപ്പോൾ അമ്മ എടുത്തൊരു കാര്യം ചെയ്യട്ടെ. ഇപ്പോൾ നമുക്ക് അവർ തരുന്ന ക്വസ്റ്റ്യൻസോ വാട്ട് കൈൻഡ് ഓഫ് സാധനങ്ങളമ്മ നമ്മൾ ഇത്രയും നാൾ സർവൈവ് ചെയ്തില്ലേ അമ്മ ജീവിതത്തിൽ? അമ്മ എന്ത് ഏജ് ആയി അമ്മയ്ക്ക്? ജീവിതത്തിൽ ഇത്രയോ മനുഷ്യരുണ്ട്, എത്രയോ മനുഷ്യർ, പുരുഷന്മാർ സ്ത്രീകളും ഒക്കെ ജീവിതത്തിൽ വന്നു പോയി. പക്ഷെ ഞാൻ ഇന്നും കാണുന്നത് എൻ്റെ അമ്മ ജീവിക്കുന്നത് ഒറ്റയ്ക്കാണെന്ന് തന്നെയാണ്. ആ സർവൈവിങ് തന്നെയാണ് എനിക്ക് പാഠമെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. അത് നിങ്ങൾ മാത്രമെന്നല്ല, ഞാൻ ഉൾപ്പെടെ ഉള്ള സ്ത്രീകൾ മനസ്സിലാക്കാൻ, എന്നെപ്പോലുള്ള സ്ത്രീകൾ മനസ്സിലാക്കാനുള്ളത് ആരും വേണ്ട ജീവിതത്തിൽ. ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയും. പക്ഷെ നമ്മൾ കിടന്നു പോവും അമ്മ, ശരിയാണ്, നമ്മൾ വീണ് പോവും, നമ്മൾ കിടന്നു പോവും. ആരെങ്കിലും തുണ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുമായിരിക്കും. ചിലപ്പോൾ ഒന്ന് എണീപ്പിക്കാൻ സാധിച്ചാൽ. കാരണം എനിക്ക് മകൻ ഉള്ളത് കൊണ്ട്. എനിക്ക് ആരും ഇല്ലായിരുന്നെങ്കിൽ, എൻ്റെ ഉമ്മ മോനൊന്നും ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ജീവിക്കണ്ട, അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് പറയായിരുന്നു. പക്ഷെ ഇപ്പം ഞാനത് പറയുന്നതിനകത്ത് അർത്ഥമില്ല. കാരണം എനിക്ക് മോനും എൻ്റെ ഉമ്മയൊക്കെ ഉള്ളത് കൊണ്ട് ആരെങ്കിലും, അതൊരു പുരുഷൻ എന്നുള്ളതിനകത്ത് എനിക്ക് ഒരിതുമില്ല. അത് ചിലപ്പോൾ നമ്മളൊക്കെ ഒരുപാട് മനുഷ്യർ നമ്മൾ പ്രതീക്ഷിക്കുന്നതായിരിക്കാം, അത് പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ജീവിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമായിരിക്കാം. പിന്നെ വിധിയാണ്, നമുക്ക് അറിഞ്ഞൂടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഇവിടെ ആർക്കും അറിയാത്ത കുറേ വിഷയങ്ങൾ നിന്നെ കുറിച്ച് എനിക്കറിയാം. അത് ഇന്ന് നമ്മൾ റിവീൽ ചെയ്യാം. ഓക്കെ, നിന്നെ എപ്പോഴും വഴക്കുകാരി, സണ്ട ഉണ്ടാക്കുന്ന നാല്, കോൺട്രവേഴ്സി ക്വീൻ അങ്ങനൊക്കെ പറയൂല്ലേ. നിൻ്റെ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടല്ലേ. നീ കുട്ടികളെ പഠിപ്പിക്കുന്നത്, പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ പോയി അവർക്ക് സർവീസ് ചെയ്യുന്നത്, പിന്നെ ഈ സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ച് ഈ സോഷ്യൽ സർവീസ് അതെന്തിനാ നീ പുറത്ത് പറയുന്നില്ല? എന്നെ പറ്റിയിട്ടൊരു ഇമ്പാക്റ്റ് ആളുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ ഇമേജിനെ ഞാൻ നല്ലതാക്കാനും ശ്രമിക്കുന്നില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അമ്മ, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീയാണ്. എപ്പോഴാണ് എനിക്ക് എന്ത് സംഭവിക്കണമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ഭയങ്കര ബോൾഡാണ്, എൻ്റെ അടുത്ത് വന്നാൽ ഇപ്പം തല്ല് കിട്ടും, എൻ്റെ അടുത്ത് പ്രശ്നത്തിനൊന്നും പോകരുത് എന്നൊക്കെ ആളുകൾ ചിന്തിച്ച് മാറിയിരുന്നാൽ അത് അത്രയും നല്ലതാണ്. കാരണം എനിക്ക് എൻ്റെ സെൽഫ് പ്രൊട്ടക്ഷനാണ് അമ്മ എൻ്റെ ക്യാരക്ടർ, അപ്ഡേഷൻ ക്യാരക്ടർ ഇങ്ങനെ കാണിക്കുന്നതെന്ന് പറയുന്നത്. അതേസമയം
ഞാൻ ചെയ്യുന്ന നന്മകൾ, ഇപ്പം ഇവിടെ ഒരുപാട് ആളുകൾ വന്ന് അവർ ചെയ്യുന്ന നന്മകളൊക്കെ വിഷ്വൽ ചെയ്ത് ആളുകളുടെ ഇടയിലിട്ട് അങ്ങനെയൊക്കെ ആളുകളുടെ ഒരു സ്നേഹം സന്തോഷമൊക്കെ കാണുന്നുണ്ട്. അത് ഒരുപാട് ആളുകൾ ഇപ്പം ഞാൻ ചെയ്ത ആക്ടിവിറ്റികളും വെളിയിലേക്ക് എക്സ്പ്ലോർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ എന്നെ അങ്ങനെ സ്വീകരിക്കും എന്നുള്ളത് എനിക്കറിയാം. അങ്ങനെ ഒരുപാട് ആളുകളെ എനിക്ക് സഹായിക്കാനുള്ള ഒരു സാഹചര്യമില്ല. ഇപ്പോൾ ഞാനൊന്ന് ചെയ്താൽ എല്ലാവരും എൻ്റെ അടുത്ത് സഹായം ചോദിക്കും. അങ്ങനെ ചെയ്യാൻ എനിക്കില്ല. പക്ഷേ ഞാൻ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് ആരോരും ഇല്ലാത്ത ആളുകളെയാണ്. അതും ഞാൻ പല ആളുകളുടെ അടുത്തു നിന്ന് സ്പോൺസർഷിപ്പും അതും ഇതൊക്കെ പിടിച്ച് ഓരോ കുട്ടികൾക്ക് കൊടുത്ത് അവരെ ഫോളോ അപ്പ് ചെയ്ത് ഇപ്പം US പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും ഒരു 8 വർഷം ഞാൻ തന്നെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി. ഇപ്പോൾ അവർ ജോലിയായിട്ട് ജീവിക്കുന്നു. ഇപ്പോൾ ഒരു 6 കുട്ടികളുണ്ട്. അപ്പം അത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഐഡൻറ്റിറ്റി ഡിക്ലെയർ ചെയ്ത 2 കുട്ടികളുണ്ട്. ബാക്കിയുള്ള കുട്ടികൾ 4 കുട്ടികൾ ഐഡൻറ്റിറ്റി ഡിക്ലെയർ ചെയ്യാത്ത കുട്ടികളാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള പിള്ളേരാണ് അധികം അങ്ങനെ ചെയ്യുന്നത്. അല്ലാത്ത ഇപ്പോൾ സ്ത്രീകളിലും പുരുഷന്മാരിലും ഉള്ള മറ്റ് മനുഷ്യരാരും അങ്ങനെ അധികം വന്നാൽ പോലും എനിക്കത് അത്രയ്ക്കുള്ള ഓപ്ഷൻസ് ഒന്നും എനിക്കില്ല. എല്ലാ മനുഷ്യരെ സഹായിക്കാനുള്ള ഒരിതും ഇല്ല. എനിക്ക് തന്നെ ജീവിക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ ഒരുപാട് പ്രതിസന്ധിയിലൂടെയൊക്കെയാണ് ഇന്നും ജീവിച്ചുകൊണ്ട് പോകുന്നത്. പ്രത്യേകിച്ച് എനിക്കൊരു ഭയങ്കര വലിയ വീട് അല്ലെങ്കിൽ പോർഷ്യൽ കാർ അങ്ങനത്തെ ഒരാഗ്രഹങ്ങളും ഇല്ലാതെ എനിക്കൊരു ഇടം കിടക്കാൻ കിട്ടിയാൽ അവിടെ കിട്ടണം, അതെൻ്റെതായിട്ട് കിടക്കണം. എനിക്ക് യാത്ര ചെയ്യാൻ എന്തെങ്കിലും ഒരു വണ്ടി അത് വേണം. എനിക്ക് സാധാരണ മനുഷ്യർ കഴിക്കുന്ന പോലത്തെ എന്തെങ്കിലും ആഹാരം. ഞാൻ ഇതിലപ്പുറത്തേക്ക് എനിക്ക് ബാങ്ക് ബാലൻസിങ് അല്ലെങ്കിൽ അതൊന്നും ഞാൻ ഇതാക്കിയിട്ടില്ല. പക്ഷേ എൻ്റെ കൂടെ നിൽക്കണ മനുഷ്യർ നല്ല രീതിയിൽ ജീവിക്കണം, അവരെങ്ങനെയെങ്കിലുമൊക്കെ ഡെവലപ്പായി പോകണം, അവർ ജീവിതത്തിൽ ഉയർന്നു വരണം എന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. അതെൻ്റെ ചുറ്റിലുള്ള മനുഷ്യർക്കറിയാം കൃത്യമായിട്ട്. പക്ഷേ മറ്റുള്ളവരുടെ അടുത്ത് ഞാനത് കാണിച്ചിട്ടില്ല. ഇന്നിപ്പം ഇതിപ്പോൾ സംസാരിക്കുമ്പോഴത്തേക്കും ഞാൻ ചെയ്തു എന്നുള്ളത് ആളുകളെ അറിയിക്കുക എന്നതാണ് ഉദ്ദേശമൊന്നുമില്ല. കാരണം ഇതിപ്പോൾ എനിക്ക് അത് വേണമെന്നാ തോന്നിയത്, അതുകൊണ്ടാണ് ഇത് ഞാൻ ചോദിച്ചത്. ഇത് അമ്മയ്ക്ക് അറിയാം ഞാൻ ഇങ്ങനത്തെ ഒരാളാണ് എന്നുള്ളത് അറിയാമെന്നുള്ളതുകൊണ്ട് ചോദിച്ചത് കൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ ഒരു ഇൻ്റർവ്യൂകളിലും എവിടെയും ഞാൻ ഇത്തരം എൻ്റെ അത്രയും ഹൈഡിങ് സ്പേസ് അതാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് സത്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എൻ്റെ ഓൺ പൈസ അല്ല, ഞാൻ അവിടെ ഒരു സ്പോൺസർ വാങ്ങി ചെയ്തത്. ഇതുക്ക് മേലെ ഒരു ഉണ്മ സത്യം പറയുന്ന മനുഷ്യരുണ്ടോ? ഇല്ല, അറിയില്ല. അത് അങ്ങനെയാണ്. കുറേ മനുഷ്യരുണ്ട് എൻ്റെ കൂടെ ഈ സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യരെ. ഇപ്പോൾ ഫ്രണ്ട്സ് ആയിട്ടുള്ളവർ തന്നെ അവരുടെയൊക്കെ ആ സപ്പോർട്ടിങ് ഒക്കെ ഉള്ളത് കൊണ്ടിട്ടാണ് ഇന്ന് കുറേ കുട്ടികൾ കഞ്ഞി കുടിച്ച് പോകുന്നത്. അപ്പം അവരും ഇതിൻ്റെ പാർട്ടാണ്. ഞാൻ അതിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചില സാഹചര്യങ്ങളിൽ നമുക്ക് തന്നെ ജോലിയില്ല, നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് നമ്മൾ കഴിക്കാതെ എടുക്കാതെ, അമ്മയ്ക്കറിയാമല്ലോ അങ്ങനെ വരെ നമ്മൾ കിടക്കുന്ന സാഹചര്യങ്ങളുണ്ട്. കൊറോണ സമയത്ത് അയ്യോ, എനിക്ക് അമ്മയൊക്കെ തന്നെ എന്നെ എത്ര സഹായിച്ചിരിക്കുന്നു. എന്നെ അമ്മ അറിഞ്ഞ് സഹായിക്കും. ഇപ്പം അമ്മ തന്നെ എനിക്ക് അമ്മ ചിലവിന് തന്നിട്ടുണ്ട്. എൻ്റെ അമ്മയാണ്, എന്നാലും എനിക്ക് അമ്മ ചിലവിന് തന്നെ ഞാൻ തിന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ടിട്ട് അപ്പം നമ്മളൊക്കെ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് നമ്മളെ ലൈഫൊക്കെ പോകുന്നത്. വളരെ സ്ട്രോങ് ആയിട്ട് ഒരു വുമനാണ് സനാദിയാന്ന് എല്ലാവർക്കും അറിയാം. അമ്മ ചൊല്ലുന്നത് പറഞ്ഞാൽ മതി. അമ്മ സനാദിയ എന്നാണ് എന്നെ സാധാരണ വിളിക്കുന്നത്. അതുകൊണ്ടാണ് ദിയാസന എന്ന് മാറിപ്പോയത്. അപ്പോൾ നീ ഏറ്റവും ഡൗൺ ആയി പോയ സിറ്റുവേഷൻ എന്തെങ്കിലും ഉണ്ടോ? അത് ഞാൻ ലാസ്റ്റ് ടൈം ഡൗൺ ആയത് അമ്മയ്ക്ക് അറിയാം. എൻ്റെ വാപ്പാടെ മരണം അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഞാൻ ഇമോഷണൽ ആവും. നിങ്ങള് അത് ഇല്ല, എനിക്ക് അച്ഛനെ കുറിച്ച് അറിയാം. അപ്പൊ പിന്നെ നീ വളരെ കളങ്ങിപ്പോയി, നീ ഡിപ്രഷനിലായി. പിന്നെ അമ്മ വളരെ അതിൽ ബാധിക്കപ്പെട്ടു. സോ അതെങ്ങനെ ഹാൻഡിൽ ചെയ്തു? എന്ത് പറയാനെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊരു പെരുന്നാളിൻ്റെ അല്ല നോമ്പിൻ്റെ തലേ ദിവസം മാർച്ച് 1-ാം തീയതി ആയിരുന്നു ഇപ്പം റീസെൻ്റ്ലി. അപ്പം അത് ഭയങ്കര ഷോക്കായിപ്പോയി. കാരണം ഈ മോനും ഉമ്മായും വാപ്പായും അവിടെ നോക്കിക്കൊണ്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ എന്തൊരു കാര്യം ചെയ്താലും എനിക്ക് ഒന്നും നോക്കണ്ടായിരുന്നു. ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആയതുപോലെ ഇപ്പം തോന്നുന്നത്, അത് വാപ്പ ഇല്ലാത്തത് കൊണ്ടിട്ട്. പക്ഷെ അങ്ങനെ അപ്പം എല്ലാവരും പറയുമായിരുന്നു കൂടെ ഉണ്ട് എന്ന് പറയും. പക്ഷേ അത് അങ്ങനെ അല്ല. അത് ആളായിട്ട് കൂടെ ഉണ്ടാവുന്ന സമയത്ത് നമുക്കത് വേറെ തന്നെയാണ് ആ ഒരു സമയം എന്ന് പറയുന്നത്. പക്ഷേ അത് പറയുമ്പോഴത്തേക്ക് ആയിപ്പോണമ്മ. ഇതിനു മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചപ്പോഴത്തേക്ക് ഇതേപോലെ തന്നെയായിരുന്നു. ഇതൊരു അവസ്ഥയാണ്. ഈ ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് പറഞ്ഞ സമയത്തും ഞാൻ ഇങ്ങനെ സംഭവിക്കരുത് എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ഇതായിട്ട് സ്ട്രോങ് ആയിട്ട് ഇതിനെങ്ങനെ ആൻസർ കൊടുക്കാമെന്ന് ഒരു ഇതായിരുന്നു. അപ്പോൾ വാപ്പ ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ ഞാനിങ്ങനെ
ഞാൻ ഇങ്ങനെ ഫേസ് ചെയ്തിട്ടില്ല ഇത്രയും. ഇപ്പം ഉമ്മാരെ കാര്യങ്ങൾ നോക്കണ കാര്യമായാലും മോൻ്റെ ആയാലും ഒറ്റയ്ക്ക് ഇങ്ങനെ കുറേ എഫേർട്ട് എടുക്കണം, കുറേ ഉത്തരവാദിത്തമായിപ്പോയി, ഇനിയെല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്ന്. അത് എൻ്റെ ഉത്തരവാദിത്തം വന്നതുകൊണ്ട് മാത്രമല്ല, എൻ്റെ വാപ്പ ഇല്ലാത്തത് മനസ്സിലാക്കുന്നത് ഞാൻ ഇപ്പോഴാണ്. വാപ്പ ഉണ്ടായിരുന്ന സമയത്ത് വാപ്പ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞില്ലായിരുന്നു. അപ്പോഴും വാപ്പയെ സ്നേഹിക്കാനും ഉണ്ടായിരുന്നില്ല. പക്ഷെ വാപ്പ ഇല്ലാതായപ്പം വാപ്പ പറ്റിയിട്ട് ഇങ്ങനെ ആലോചിച്ച് എനിക്കത് പറ്റില്ല. ഞാൻ ഭയങ്കര വീക്കായ കണ്ടീഷനും ഞാൻ വീക്കായ സിറ്റുവേഷനും ഇതാണ്. കുറേ ദിവസം എടുത്തു, ഒരു 10-15 ദിവസത്തോളം എടുത്തു. ഒരു പ്രത്യേക തരം ട്രോമ പോലെ ആയിപ്പോണു. ഞാൻ പറയണത് എന്തെന്ന് പോലെ എനിക്കത് റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് ആൻസർ തരാമെന്ന് വിചാരിച്ചാൽ അത് നടക്കണില്ല. മനസ്സിലായി. ശരിക്കും പറ്റില്ല അമ്മ, ശരിക്കും പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ശരിക്കും പറ്റുന്നില്ല, ശരിക്കും വല്ലാണ്ടായി. എനിക്ക് തന്നെ കരച്ചിൽ വരുന്നുണ്ട്. ഇത് പറ്റില്ല. എൻ്റെ ഡാഡി കുറിച്ച് ആലോചിച്ചു. 60 വയസ്സായിരുന്നു അമ്മ. എന്ന് ചോദിച്ചാൽ സ്ട്രോങ് ആണെന്ന് ഉള്ളത് സ്ട്രോങ് ആണ്. പക്ഷേ ചില സാഹചര്യങ്ങളുണ്ടാവുമല്ലോ, മനുഷ്യർക്ക് പല ആളുകളോടും ചില അറ്റാച്ച്മെൻറ്റ് ഇമോഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ കുടുംബവും എൻ്റെ വാപ്പായും ഉമ്മായും മോനൊക്കെ ഇത്രയും പ്രധാനപ്പെട്ടതാണെന്ന് അറിഞ്ഞത് അതിനെൻ്റെ വാപ്പ മരണപ്പെടേണ്ട അവസ്ഥ വന്ന്, വാപ്പ മരിച്ചതിന് ശേഷം മാത്രമാണ് തിരിച്ചറിവുണ്ടായത്. അതുവരെ വാപ്പായുടെ അടുത്ത് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല. വാപ്പ എന്ത് കാണിക്കുന്നു, വാപ്പ എന്തോന്ന് നമ്മളെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, എന്തോന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ചില സമയത്തൊക്കെ വാപ്പ ഭയങ്കര ഓർഡർ ഇടുമ്പോഴും നമ്മളെ അടുത്ത് ദേഷ്യപ്പെടുമ്പോഴൊക്കെ വാപ്പാരുടെ അടുത്ത് ദേഷ്യം തോന്നുമല്ലോ നമുക്ക് സ്വാഭാവികമായിട്ടും. അപ്പം അപ്പോഴൊന്നും ഇല്ലാത്തൊരു സംഭവം എനിക്ക് അറിഞ്ഞൂടെ. എനിക്കിപ്പം വാപ്പായെ വേണം, ഇപ്പം വാപ്പായെ വേണം. വാപ്പായെന്നല്ല, വാപ്പ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ മോന്, ഇപ്പം എൻ്റെ ഉമ്മക്കായാലും എല്ലാവർക്കും ഒരിതുള്ളൂ. വാപ്പച്ചി മരിച്ച സമയത്ത് എൻ്റെ നാട്ടിലെ ആളുകളെല്ലാവരും ഓടി വന്നായിരുന്നു. എൻ്റെ വാപ്പ അവർക്കൊക്കെ ഭയങ്കര ഉപകാരിയായിരുന്നു. പിന്നെ അവിടെ നിന്നിട്ട് എല്ലാവരും പറഞ്ഞു അതേപോലത്തെ സ്വഭാവമാണ് എനിക്കുള്ളത്, വാപ്പയുടെ സ്വഭാവം തന്നെ എനിക്കുള്ളത്. കാരണം എൻ്റെ വാപ്പ സൗദിയിൽ ദമാമിലായിരുന്നു. അവിടെ എൻ്റെ വാപ്പ ഒരു വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുമായിരുന്നു ആദ്യം. അവിടെ ഒരു ചെറിയൊരു റൂമിൽ അവിടുത്തെ വാപ്പയുടെ അറബിയൊക്കെ ഭയങ്കര സ്നേഹമാണ്. വാപ്പച്ചിയെ ഭയങ്കര കഫീലൊക്കെ ഇന്നും വിളിക്കും. അവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വാപ്പായ. എൻ്റെ നാട്ടിൽ നിന്ന് വെമ്പായത്തു നിന്ന്, എൻ്റെ നാട് വെമ്പായമാണ്, അവിടെ നിന്ന് ആര് പോയാലും എൻ്റെ വാപ്പയുടെ റൂമിൽ നിൽക്കാതെ പോകത്തേയില്ല. ഇന്നും എൻ്റെ നാട്ടിലുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ പറയുമ്പോഴത്തേക്ക് തന്നെ ഇത് ആളുകൾ കേട്ട് കഴിഞ്ഞാൽ എൻ്റെ നാട്ടിലുള്ളവർക്ക് അറിയാതെ, എൻ്റെ വാപ്പ എല്ലാവർക്കും സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ എൻ്റെ വാപ്പയുടെ റൂമിൽ ഒരുപാട് നാൾ വാപ്പയുടെ ചിലവിൽ നിന്ന് തന്നെ അവർ മറ്റു ജോലികൾ നോക്കിയിട്ടുണ്ട്. വലിയ വലിയ നിലകളിൽ പലരും എത്തിയിട്ടുണ്ട്. എൻ്റെ വാപ്പ അധികം അന്നം കൊടുത്ത മനുഷ്യരെ എൻ്റെ നാട്ടിലുള്ളൂ. അത്രയും നിന്ന് അവസാനം എൻ്റെ വാപ്പ ഒരു കടയിൽ ജോലിക്ക് നിന്ന്, സിദ്ദീഖ് എന്ന് പറയുന്ന ഒരു കാക്കയുടെ കടയിൽ ജോലിക്ക് നിന്ന് അവിടെ സ്വന്തമായിട്ട് അധ്വാനിച്ച് എൻ്റെ വാപ്പ ജീവിച്ച് മരിച്ചത്. കുറേ ഉണ്ടായിരുന്നു വാപ്പായുടെ കയ്യിൽ. വാപ്പായുടെ കയ്യിൽ ഉള്ളത് വെച്ച്, വാപ്പായുടെ കയ്യിലിരിപ്പും എല്ലാം കൂടെ കൊണ്ട് തന്നെ കുറേ നശിച്ചു. കുടുംബക്കാർക്കൊക്കെ കൊടുത്തു. വാപ്പാക്ക് ഒരു സഹോദരിയും 4 സഹോദരന്മാരും ഉണ്ട്. എല്ലാവരെയും എൻ്റെ ഉമ്മയുടെ അനിയത്തിമാരായിക്കോട്ടെ, അവരുടെ മക്കളായിക്കോട്ടെ, എല്ലാവരെയും എൻ്റെ വാപ്പ അത്രയും സ്നേഹിക്കുകയും നോക്കുകയും കൂടെ നിൽക്കുകയാണ് ചെയ്തത്. അപ്പം ഇന്നിപ്പം അത് പറയുമ്പോൾ എനിക്കത് ടോട്ടലി എനിക്ക് മനസ്സിലായി. എനിക്ക് 19 years ആകുമ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചുപോയി. ഞാൻ അങ്ങനെ ബ്ലാങ്ക് ആയിപ്പോയി. എൻ്റെ കണ്ണ് മുമ്പ് ഒന്നും, കാരണം എനിക്ക് അടുത്ത് അനിയത്തി അമ്മയുണ്ട്. അപ്പോൾ എന്താ ഇത് ബേർഡൻ മൊത്തം എൻ്റെ മേലെ വന്നു. അതെല്ലാം എല്ലാം വന്നു 19 years വന്നു. ഇപ്പം എനിക്കത് തോന്നുന്നുണ്ട്. അപ്പോൾ ഡാഡിയാണ് എൻ്റെ കോൾ ഷീറ്റ്സ് ഒക്കെ നോക്കുന്നത്, സാലറി സംസാരിക്കുന്നതൊക്കെ. എനിക്കിപ്പോൾ എതുമേ അറിയില്ലല്ലോ ആ ടൈമിൽ. അപ്പോൾ ഞാൻ നിന്നെ പോലെ തന്നെ 6 months ഞാൻ പുറത്ത് കയറിയില്ല. അപ്പം എൻ്റെത് 34 വയസ്സ് കഴിഞ്ഞിട്ടും എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റണില്ല അമ്മ. 19 വയസ്സിലപ്പോൾ നിങ്ങൾ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? 19 വയസ്സിലാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഇത്രയും ആയിട്ടാണ് എൻ്റെ വാപ്പാടെ മരണം സംഭവിച്ചിരിക്കുന്നത്. അപ്പം പിന്നെ എന്നെക്കാട്ടിലും വലിയ ഇതായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ മനുഷ്യരുടെയും എന്നെക്കാട്ടിലുള്ളൊരവസ്ഥ കാണുമ്പോൾ എനിക്ക് കുറേ. അപ്പോൾ
അപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലായില്ല ഇപ്പോൾ എങ്ങനെ ചെയ്യണം. 6 months ഞാൻ വർക്കിൽ പോയിട്ടില്ല. അപ്പോഴാണ് ഇവരിപ്പോൾ എന്നെ ചീത്ത പറയുന്ന എല്ലാവരും ബി ഗ്രേഡ് ഫിലിംസ് അത് ഇത് ഞാൻ ചെയ്തത് ആ ടൈമിൽ. ഒരു ഗതികേട് ജീവിതത്തിൽ. 6 months ഞാൻ എവിടെയും വർക്കിൽ പോയില്ല. അപ്പോഴാണ് കിനാരത്തുമ്പി കിട്ടിയത് എനിക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ എൻ്റെ ഫാമിലിക്ക് വേണ്ടി ഞാൻ ഇരിക്കണം. சின்ன பையன் தம்பி, சின்ன பொண்ணு தங்கச்சி, இவருக்கு வேண்டி ഞാൻ ചെയ്യണം. അമ്മ ഡയബറ്റീസ് പേഷ്യൻറ്റ്, അമ്മയ്ക്ക് കിഡ്നി പോയി. ഇത്രയും ചെയ്യണമെന്ന് ഞാൻ എന്തോ ഒന്ന് ചെയ്താവണം. അതുകൊണ്ടാണ് ഞാൻ ബി ഗ്രേഡ് ഫിലിംസ് നടിച്ചത്. ഇതാണ് സത്യം. ഇത് ഞാൻ ജസ്റ്റിഫിക്കേഷന് വേണ്ടി പറഞ്ഞതല്ല, ഇതാണ് സത്യം. ഓരോ മനുഷ്യന്റെ ഉള്ളിൽ ഓരോ സ്റ്റോറി. 19 years എനിക്ക് എന്താ അറിയും, ഒന്നും അറിഞ്ഞൂടാ. അപ്പം നീ പറയുന്നത് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. എനിക്ക് തന്നെ കരച്ചിൽ വന്നിട്ടുണ്ട്. എൻ്റെ അച്ഛൻ എനിക്ക് നീ പറഞ്ഞതുപോലെ എൻ്റെ അച്ഛൻ എനിക്കിപ്പോൾ വേണം. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നും. ഡാഡി ഒരു പാട്ടി സംസാരിക്കും. ഞാൻ ഡാഡിയുടെ ഫോട്ടോയുടെ അടുത്ത് നിന്നിട്ട് ഒരു പാട്ടി വാ ഡാഡി, ഇപ്പോൾ നല്ല പൊസിഷനില്ല, ഇപ്പോൾ നല്ല പൊസിഷനിലുണ്ടല്ലേ, ഇത് ഒന്ന് കന്നിട്ട് പോ ഡാഡിന്ന്. അതെ അതെ, അന്ന് പറഞ്ഞ മനുഷ്യരെ കൊണ്ട് തന്നെ തിരുത്തി പറയിപ്പിച്ചിന്ന് ഗ്രേറ്റ് ഷക്കീല എന്ന് പറയുന്നുണ്ട്. ആളുകളെല്ലാവരും അമ്മ സ്ഥാനത്ത് കാണുന്നുണ്ട്, ആളുകളെല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, മതിക്കുന്നുണ്ട്. അന്നത്തെ കാലം പോലെ അല്ലല്ലോ ഇന്ന്. അപ്പം ഇന്ന് കാണാൻ ആഗ്രഹം തോന്നിപ്പിക്കും. ഞാൻ ഈ കുക്ക് വിത്ത് കോമാളിയിൽ പ്രൈസ് വാങ്ങിയപ്പോഴും ഞാൻ അതാ പറഞ്ഞത്. എനിക്ക് ഈ സെക്കൻഡ് പ്രൈസ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് അല്ല. എൻ്റെ ഡാഡി ഇപ്പോൾ ഉണ്ടായാൽ അവർക്ക് നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും ഞാൻ. സത്യത്തിൽ ഞാൻ അങ്ങനെ ഉന്നപോലെ തന്നെയാണ്. തന്നെ പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ അമ്മയും പോയി. ഇപ്പം ഞാൻ വീട്ടിൽ ഞങ്ങൾ 15 members ഉണ്ടായിരുന്നു വീട്ടിൽ. ഇപ്പോൾ ആ വീട്ടിൽ ഞാൻ മാത്രമാണുള്ളത്. ഇവരെല്ലാം ചോദിക്കാറുണ്ട് എന്താ ഇത്ര ചെറിയ വീടിന്. ആ ചെറിയ വീട്ടിൽ ഞങ്ങൾ 15 members ഉണ്ടായി. ഇപ്പോൾ അതെനിക്ക് പെരിയ വീട്, യാരുമില്ലല്ലോ, ഞാൻ മാത്രമേ അല്ല. ആ മെമ്മറീസ് വെച്ച് ആ മെമ്മറീസ് കൊണ്ടാണ് ഞാൻ വേറെ വീട് മാറിയില്ല. എത്ര വർഷമായി അവിടെ തന്നെ? അവിടെ 43 years ആയിട്ട് ഞാൻ അവിടെ ഉണ്ട്, അതേ വീട്ടിൽ. അവിടുത്തെ ഓണറമ്മ അങ്കിളുണ്ട്. അവരങ്ങനെ അമ്മക്ക് തന്നിരിക്കുകയെന്നല്ലേ? അവർ ആക്ച്വലി അച്ഛൻ പേരിലാണ് ഇന്നും കോൺട്രാക്റ്റ് ഉണ്ട്. ഓക്കെ. അവരത് മാറ്റിയിട്ടില്ല. അവർ പറഞ്ഞ് നീ ഇവിടെ തന്നെ നിൽക്ക്, നീ സ്വന്തം വീട് വാങ്ങിയാലും അവിടെ പോകരുത്, നിനക്ക് സേഫ്റ്റി ഇല്ല, ഇവിടെ തന്നെ നിൽക്ക്, ഇവിടെ മറിച്ച് ഞാൻ നിന്നെ എടുത്ത് പോടാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്കിൾ നിങ്ങൾക്ക് ഇത്ര വയസ്സായി, നിങ്ങൾ മുൻപേ പോയിട്ടാ, അപ്പോൾ എങ്ങനെയാണ്? അവർ പറഞ്ഞ് ഞാൻ എത്ര സീരിയസ് ആയിട്ട് പറഞ്ഞ് നീ ഇങ്ങനെ പറയുന്നുണ്ട്. സോ നെക്സ്റ്റ് ഫ്യൂച്ചർ പ്ലാൻസ് എന്താ ദിയാക്ക്? ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല. എൻ്റെ ജീവിതം ഇങ്ങനെ പോകുന്നതോളം പോട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കാനേ എനിക്ക് പറ്റുള്ളൂ. നമ്മളൊന്നും നിശ്ചയിച്ച് വെച്ച് നമ്മുടെ ജീവിതം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ആഗ്രഹമുണ്ടമ്മ, എനിക്ക് വയസ്സായ ട്രാൻസ്ജെൻഡേഴ്സും അതുപോലെ HIV ബാധിതരായിട്ടുള്ള ആളുകളുടെ കുട്ടികളെയും ചേർത്ത് കൊണ്ടിട്ടുള്ളൊരു ട്രസ്റ്റ് ഫോം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യൂർ മൂവി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ 2 പടത്തിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനായിട്ടൊരു ക്യൂർ മൂവി ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഈ ട്രസ്റ്റ് ഫോം ചെയ്യണം, ഇതാണ് എൻ്റെ ആഗ്രഹം. കാരണം പ്രായമായ കമ്മ്യൂണിറ്റികളൊക്കെ പലപ്പോഴും അവർക്ക് ജീവിക്കാൻ മുന്നോട്ട് ഓപ്ഷൻ ഇല്ലാതെ, ഹോപ്പില്ലാതെ അവർ സൂയിസൈഡ് ചെയ്യുന്ന സാഹചര്യങ്ങളും പെട്ടെന്ന് മരിച്ചു പോകുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു സ്പേസ് ഉണ്ടെന്ന് കാണിച്ചുകൊണ്ട് ഒരു ട്രസ്റ്റ് ഫോം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് ആരെയും എന്താ പറയുക പാമ്പർ ചെയ്തെടുക്കാനൊന്നും അല്ല, ഇതെൻ്റെ പണ്ട് മുതലുള്ള ആഗ്രഹമാണ്. എൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ അറിയാം. അതുപോലെ HIV ബാധിതരായിട്ടുള്ള ആളുകളുടെ കുട്ടികളെന്ന് പറയുന്നത് അത്തരം മനുഷ്യരുടെ കുട്ടികളെ അധികവും മാറ്റി നിർത്തി ജീവിക്കലാണ് അധികം. അപ്പോൾ ആ കുട്ടികളെ ഇവരുടെ അടുത്തോട്ട് കൊടുത്താൽ ഈ പ്രായമായിട്ടുള്ള കമ്മ്യൂണിറ്റീസൊക്കെ ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്ത് നോക്കിക്കോളും. അപ്പോൾ ഇവരെ ചേർത്ത് കൊണ്ടിട്ടുള്ളൊരു ട്രസ്റ്റ് എനിക്ക് ഫോം ചെയ്യാൻ പറ്റിയാൽ, ഒരു NGO പോലെ ഫോം ചെയ്യാൻ പറ്റിയാൽ എനിക്ക് അത്രയും സന്തോഷം. പിന്നെ എൻ്റെ ബുക്ക് റിലീസിങ്ങിൻ്റെ കേസ്, പിന്നെ മോൻ പഠിച്ച് നല്ല ഇതിൽ പോട്ടെ, അത് തന്നെ ഇൻഷാ അല്ലാ. ഇതാണ് എനിക്കും എൻ്റെ ആഗ്രഹവും എൻ്റെ മൈൻഡിൽ വെച്ചിരിക്കുന്നത്. കാരണം ഞാൻ
ഇത് പണ്ട് ഉനക്ക് ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ 19 ഇയേഴ്സിലെ ഡാഡി പോയപ്പോൾ ഞാൻ ഇതൊക്കെ വിചാരിച്ചു. ഈ എത്ര പേര് ഈ മനുഷ്യர்கள் ഓൾഡ് ഏജ് ഹോമിൽ വിടുന്നുണ്ട്. എൻ്റെ അച്ഛനോ അമ്മയായിട്ട് ഞാൻ എപ്പോഴും വിട്ടില്ല. അങ്ങനെ ഇതുപോലും തിങ്ക് പോലും ചെയ്തിട്ടില്ല ഞാൻ. സോ ഇറ്റ്സ് എ വെരി ഗുഡ് കോസ്. ഇനി അത് ചെയ്യ്, ഞാൻ സപ്പോർട്ടായിട്ട് നിൽക്കും. താങ്ക് യു. എനിക്കറിയാം അമ്മ എപ്പോഴും കൂടെ ഉണ്ടാവും എന്നുള്ളത്. എനിക്ക് ഭയങ്കര ഒരു വലിയൊരു നല്ല അടിപൊളി ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എനിക്ക് ഈ ഒരു ഇൻ്റർവ്യൂ. നമ്മൾ ഇതിനു മുമ്പും അമ്മയും മകളും എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട് ഇൻ്റർവ്യൂവിൽ. പക്ഷേ ഇന്ന് അമ്മ ഇരുന്ന് ഇൻ്റർവ്യൂ ചെയ്യുമ്പം ഞാൻ പ്രത്യേകിച്ച് വിചാരിച്ചു എന്താ സ്പെഷ്യൽ ഉള്ളത്, അതിന് അമ്മയ്ക്ക് അറിയാമല്ലോ. ഈ ചോദിക്കുന്നതും ഇവിടെ ചാനലുകാർ ക്വസ്റ്റ്യൻസ് കൊടുക്കുമ്പോഴും ഈ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയാം. അപ്പൊ പ്രത്യേകിച്ച് എന്താ ഞാൻ പറയാൻ മോളെ, പക്ഷെ എല്ലാവർക്കും അറിയണം. പക്ഷെ അത് എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. പിന്നെ നന്നായിട്ട് പോയെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് താങ്ക് യു സോ മച്ച്. ഞാൻ ഇതുവരെ ഇരുന്ന ഇന്റർവ്യൂ സ്പേസുകളിൽ എനിക്ക് അത്രയും പ്രൗഡായിട്ട് തോന്നിയ ഒരു ഇന്റർവ്യൂ ആണ് അമ്മയുടെ ഇന്റർവ്യൂ. താങ്ക് യു മൂവി വേൾഡ്. താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്. താങ്ക് യു. സോ വ്യൂവേഴ്സ്, ദിയാസന നമ്മൾ എല്ലാവരും കാണുമ്പോൾ ഫൈറ്റർ. യെസ്, ലെറ്റ് ഹർ ബി എ ഫൈറ്റർ. അവൾക്ക് വേണ്ടിയല്ല, മറ്റവർക്ക് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്. വി നീഡ് ഫൈറ്റേഴ്സ് അല്ലേ? ഐ എം ഹാപ്പി ഫോർ ഹർ. ആൻഡ് ദിസ് വാസ് ആക്ച്വലി നോട്ട് എൻ ഇൻ്റർവ്യൂ. ഇറ്റ് വാസ് എ ഡിസ്കഷൻ ബിറ്റ്വീൻ എ മദർ ആൻഡ് എ ഡോട്ടർ. ആൻഡ് of course, I miss my father too. See you in another video. Tata, bye-bye.